ഹലോ, വെൽക്കം. ഇന്നത്തെ നമ്മളുടെ ക്ലാസ് സ്കാം മാനേജ്മെൻറ്റിൻ്റെ മൂന്നാമത്തെ ക്ലാസ്സാണ്. ഇതിനു മുമ്പ് രണ്ട് ക്ലാസ്സുകൾ കാണാത്തവർ അത് കണ്ടു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ ഒരു ക്ലാസ് നിങ്ങൾക്ക് വളരെ എളുപ്പത്തിൽ മനസ്സിലാകും. ഇന്നത്തെ ക്ലാസ് നമ്മൾ പറയാൻ പോകുന്നത് നമ്മൾ നമ്മുടേതെന്ന് വിശ്വസിക്കുന്ന നമ്മളുടെ മൊബൈൽ, ലാപ്ടോപ്പ്, സ്മാർട്ട് ടി വി, ടാബ്ലറ്റ് അല്ലെങ്കിൽ കമ്പ്യൂട്ടർ, ബേസിക് കമ്പ്യൂട്ടർ, ഇതൊക്കെ നമ്മളുടേത് മാത്രം ഇൻഫർമേഷൻ സ്റ്റോർ ചെയ്യുന്ന ഒരു ഡിവൈസ് ആണെന്നാണ് പൊതുവേ ഉള്ളൊരു മിത്ത്, ഒരു ധാരണ. എന്നാൽ റിയാലിറ്റി എന്തെന്നാൽ ഇത് വെറും ഒരു മിത്താണ്. നമ്മളുടെ ഡിവൈസ് എപ്പോൾ ഇൻ്റർനെറ്റിലേക്ക് കണക്ട് ചെയ്തോ ആ നിമിഷം തൊട്ടിട്ട് ഒരു കമ്മ്യൂണിറ്റി ആയിട്ട് അത് ഓൾറെഡി ലിങ്ക്ഡായി. നിങ്ങളുടെ ഡാറ്റ നിങ്ങളുടേത് മാത്രമാണ് എന്ന് എപ്പോഴാണോ നിങ്ങൾ വിശ്വസിക്കുന്നത്, അതോടുകൂടി നിങ്ങൾ ചതിക്കപ്പെടാനുള്ള അവസരങ്ങൾ കൂടുകയാണ്. അപ്പോൾ ഇതിൽ ഞാനൊരു പ്രസൻറ്റേഷൻ ഉണ്ടാക്കിയിട്ടുണ്ട്. ഈ പ്രസൻറ്റേഷൻ നമ്മൾക്ക് ഓരോന്നോരോന്നായിട്ട് നോക്കാം. നമ്മളുടെ ഡിവൈസ് പ്രൈവറ്റ് ആണോ എന്നുള്ളതാണ് ഇന്നത്തെ മെയിനായിട്ടുള്ള ചോദ്യം. നമുക്ക് കിട്ടുന്ന ഡിവൈസ്, മൊബൈൽ ഫോൺ, സിം ഇട്ടു ഇൻ്റർനെറ്റിലേക്ക് കണക്ട് ചെയ്യുന്നതോടുകൂടി ആർക്കെല്ലാം നമ്മളുടെ ആക്ടിവിറ്റി അറിയാൻ പറ്റുമെന്ന് നോക്കാം. ഒന്ന്, ഇൻ്റർനെറ്റ് സർവീസ് പ്രൊവൈഡർമാർക്ക്. നിങ്ങൾക്ക് ആരാണോ ഇൻ്റർനെറ്റ് സർവീസ് പ്രൊവൈഡ് ചെയ്യുന്നത് അവർക്ക് നിങ്ങൾ ചെയ്യുന്ന എല്ലാ ആക്ടിവിറ്റിയും അറിയാൻ കഴിയും. അതുമൂലം ഗവൺമെൻറ്റിന്, ഡെഫിനറ്റ്ലി അവരുടെ ത്രൂ ഗവൺമെൻറ്റിന് വേറൊരു കൂട്ടം ആളുകൾക്ക് കൂടി നിങ്ങളുടെ ഡാറ്റ അറിയാൻ പറ്റും. അവരെയാണ് നമ്മൾ ഹാക്കേഴ്സ് എന്ന് വിളിക്കുന്നത്. അപ്പോൾ ഈ ക്ലാസ്സിലൂടെ നമ്മൾ ഉദ്ദേശിക്കുന്നത് ഒരു അവയർനെസ്സാണ്, അല്ലാതെ ആരെങ്കിലും ഒരു ഹാക്കിങ്ങിലേക്ക് തള്ളിവിടുന്നോ അല്ലെങ്കിൽ എളുപ്പം സമ്പാദിക്കാനുള്ള മാർഗമോ അല്ല ഈ ക്ലാസ്സിൻ്റെ ഉദ്ദേശം. ഇത് അങ്ങനെയുള്ളവർക്കല്ല. ഇതിൻ്റെ പൂർണ്ണമായ ബോധ്യമാണ് ഇതൊരു എഡ്യൂക്കേഷണൽ പർപ്പസിന് വേണ്ടിയിട്ടുള്ളൊരു ക്ലാസ്സാണ്. എങ്ങനെയാണ് ഒരു കള്ളൻ ചിന്തിക്കുന്നത് എന്ന് അറിഞ്ഞാൽ മാത്രമേ നമുക്ക് അതിനുള്ള സെക്യൂരിറ്റി നമുക്കുണ്ടാക്കാൻ നമുക്ക് കഴിയുള്ളൂ. ഈ ക്ലാസ്സിലും 6 തരം അറ്റാക്കുകളിനെയാണ് നമ്മൾ എക്സ്പോസ് ചെയ്യുന്നത്. അതിൽ റിയൽ എവിഡൻസും ഇൻസിഡൻസും സാമ്പിൾസും ഒക്കെ നമ്മളിതിൽ പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും. ഏറ്റവും അൾട്ടിമേറ്റ്ലി ഡിഫൻസ് ടാക്ടിക്സ് നമ്മൾ ഇതിൽ ഇൻക്ലൂഡ് ആക്കിയിരിക്കും. ഇനി നമുക്ക് ക്ലാസ്സിലേക്ക് കിടക്കാം. എന്താണ് പ്രൈവസി? പ്രൈവസി എന്ന് നമ്മൾ ഉദ്ദേശിക്കുന്നത് സ്വകാര്യത എന്നുള്ളത് ഒന്ന് ആധുനിക മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഇല്ല. ആധുനിക മനുഷ്യൻ മിക്കവാറും ആളുകൾ ഇൻ്റർനെറ്റ് ഡിവൈസിലോട് കണക്ട് ചെയ്തിരിക്കണം. ഇൻ്റർനെറ്റ് ഡിവൈസിൽ കണക്ട് ചെയ്യുന്നതോടുകൂടി നിങ്ങളുടെ ബ്രൗസർ അല്ലെങ്കിൽ ഇൻ്റർനെറ്റ് സർവീസ് പ്രൊവൈഡർ അല്ലെങ്കിൽ ഹാക്കർ ഇത് നിങ്ങളുടെ ഇൻഫർമേഷൻ കിട്ടാനുള്ള ചാൻസ് ഒരിക്കലും നമുക്ക് തള്ളിക്കളയാനില്ല. സ്വകാര്യത എന്നുള്ളത് വെറും ഒരു ഇല്യൂഷനാണ്, ഒരു മായയാണ്. അത് നമുക്ക് തോന്നിക്കുകയാണ്, നമുക്കൊരു കോൺഫിഡൻസ് തോന്നിക്കുകയാണ്. സ്വകാര്യത എന്നൊന്ന് ആധുനിക സമൂഹത്തിലില്ല. എന്താണ് ആളുകളുടെ ഒരു മിത്ത്, ഒരു ബിലീഫ് എന്ന് നോക്കാം. ഇത് എൻ്റെ ഫോണാണ്, ആർക്കും കാണാൻ പറ്റില്ല, എനിക്കിതിൽ പാസ്വേഡ് ഉണ്ട്, അതുകൊണ്ട് ഞാൻ പ്രൊട്ടക്റ്റഡ് ആണ്. ഞാൻ ഈ ഓൺലൈനിൽ ഒരു തെറ്റും ചെയ്തിട്ടില്ല, സ്റ്റിൽ എൻ്റെ പൈസ പോയി. അല്ലെങ്കിൽ വേറെ ഏറ്റവും അപകടം പിടിച്ചതിലൊന്നാണ്, ഞാൻ അത്ര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരാളല്ല, ഹാക്ക് ചെയ്യപ്പെടാൻ ഞാൻ അത്ര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരാളല്ല. കോൺഫിഡൻസ്, ആ ഒരു കോൺഫിഡൻസ് നിങ്ങളെ തകർക്കും. മൈ ബിസിനസ് ഡാറ്റ ഈസ് ഓൺ മൈ ഡിവൈസ്. എൻ്റെ ബിസിനസ് ഡാറ്റകളെല്ലാം എൻ്റെ ബിസിനസ് കമ്പ്യൂട്ടറിലാണ്. അതുകൊണ്ട് 100% സെക്യൂർഡാണ്. ഡിജിറ്റൽ റിയാലിറ്റി എന്തൊക്കെയാണെന്ന് വച്ചാൽ, യുവർ ഫോൺ ഈസ് എ സെൻസർ അറേ, ക്യാമറ, മൈക്ക്, GPS കോണ്ടാക്ട്സ്. ഈ ഫോൺ, നിങ്ങളുടെ ഫോണിൽ സെൻസേഴ്സ് ഉണ്ട്, അതായത് ക്യാമറ, മൈക്ക്, GPS കോണ്ടാക്ട്. ഇത് പലർക്കും ആക്സസിബിളാണ്.
ഇതാണ് യാഥാർത്ഥ്യം. പാസ്വേഡ് പ്രൊട്ടക്ട്സ് ദ ലോക്ക്, ദേ ഡോണ്ട് സ്റ്റോപ്പ് സൈലൻറ്റ് മോണിറ്ററിങ്. പാസ്വേഡ് നിങ്ങളുടെ ആപ്പിനെ അല്ലെങ്കിൽ ഇമെയിലിനെ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഒരു ഇതിന് ജസ്റ്റ് ലോക്ക് ചെയ്യുന്നതെന്ന് മാത്രമേ ഉള്ളൂ. പിറകിൽ കൂടെ ഒരു ഓൾറെഡി ഇൻസ്റ്റാൾഡ് ആയിട്ടുള്ള ഒരു ആപ്പ് വഴി മോണിറ്റർ ചെയ്യാനുള്ള സാധ്യതയുണ്ട്. നിങ്ങളുടെ ഡാറ്റ ഈസ് കളക്റ്റഡ് റിഗാർഡ്ലെസ് ഓഫ് യുവർ ബിഹേവിയർ. നിങ്ങളൊരു ബിസിനസ് പേഴ്സണോ അല്ലയോ എന്നുള്ളതല്ല, നിങ്ങളുടെ ഡാറ്റകൾ കളക്ട് ചെയ്തുകൊണ്ടേയിരിക്കുന്നു ഓരോ ദിവസവും. യാഥാർത്ഥ്യം എന്തെന്ന് പറഞ്ഞാൽ സ്മാൾ ബിസിനസ് ആർ ടാർഗറ്റഡ് മോർ, ദേ ആർ ദ വീക്കർ ഡിഫൻസ്. സ്മാൾ ബിസിനസ് ഓണർക്ക് എന്ന് പറഞ്ഞാൽ കൂടുതൽ വലിയ വലിയ സെക്യൂരിറ്റി സോഫ്റ്റ്വെയറുകളോ അല്ലെങ്കിൽ ദേ ആർ നോട്ട് അവെയർഡ് അബൌട്ട് ഹാക്കിംഗ്, അതൊന്നും അഫോർഡ് ചെയ്യാൻ പറ്റില്ല. അങ്ങനെയുള്ളവരെയാണ് കൂടുതൽ അവർ അറ്റാക്ക് ചെയ്യുന്നത്. ദ ഡിവൈസ് ഈസ് യുവേഴ്സ്, അത് യാതൊരു തർക്കവുമില്ല. നിങ്ങൾ ഉപയോഗിക്കുന്ന മൊബൈൽ ഫോണോ അല്ലെങ്കിൽ ഏതൊരു ഉപകരണമാണെങ്കിലും അത് നിങ്ങളുടെ തന്നെയാണ്. പക്ഷെ ഡാറ്റ ബിലോങ്സ് ടു ദ ഇക്കോസിസ്റ്റം. അത് ഇൻ്റർനെറ്റ് ഇക്കോസിസ്റ്റത്തിനാണ് അത് ഓൾറെഡി ബിലോങ്സ് ചെയ്യണം. അത് കണക്ട് ചെയ്തിരിക്കുന്നത്, അത് ആർക്കും ആക്സസിബിളാണ്. ആർക്കും എന്നല്ല, അത് ഉദ്ദേശിച്ചെടുക്കുന്ന വ്യക്തമായിട്ടുള്ള ട്രെയിനിങ് ഉള്ള ഒരാൾക്ക് അത് ആക്സസിബിളാണ്. യാഥാർത്ഥ്യം, ഹാക്കേഴ്സ് ഡോണ്ട് നീഡ് ടു ടച്ച് യുവർ ഫോൺ ടു വാച്ച് യു. നിങ്ങളെ കാണണമെന്നോ അല്ലെങ്കിൽ നിങ്ങളെ ആക്ടിവിറ്റി മോണിറ്റർ ചെയ്യാനോ ഒരു ഹാക്കർക്ക് നിങ്ങളുടെ മൊബൈൽ ഡിവൈസ് അല്ലെങ്കിൽ ലാപ്ടോപ്പ് തൊടേണ്ട കാര്യമില്ല. യു ക്യാരി ദ സർവൈലൻസ് ഡിവൈസ് യുവർ സെൽഫ്. നിങ്ങളുടെ എല്ലാ ആക്ടിവിറ്റിയും അവർ ഓൾറെഡി മോണിറ്റർ ചെയ്യുന്നു. നിങ്ങൾ എവിടെയൊക്കെ അത് കൊണ്ടുപോകുന്നു, അപ്പം നിങ്ങളുടെ GPS വഴി ട്രാക്ക് ചെയ്യാൻ ഏതെല്ലാം റെസ്റ്റോറൻറ്റിൽ പോകുന്നു, എന്തെല്ലാം ഭക്ഷണം കഴിക്കുന്നു, എത്ര രൂപയ്ക്ക് ഭക്ഷണം കഴിക്കുന്നു, അതിനനുസരിച്ച് അവരുടെ അഡ്വർടൈസ്മെൻറ്റ് പ്രോഗ്രാം ചെയ്യാൻ അവർക്ക് കഴിയും. 83% of data breaches involve in human elements, not technical hacks. 13,500 crore lost to cyber fraud in India only in 2023. 43% of cyber attacks target small businesses. ഇനി എങ്ങനെയാണ് അറ്റാക്ക് ചെയ്യുന്നത് ഓരോന്നോരോന്നായിട്ട് നമുക്ക് പരിശോധിക്കാം. ആപ്പ്, നിങ്ങളുടെ മൊബൈലിൽ ഇൻസ്റ്റാൾ ചെയ്യുന്ന ആപ്പ് അല്ലെങ്കിൽ ലാപ്ടോപ്പിൽ ഉപയോഗിക്കുന്ന സോഫ്റ്റ്വെയർ, ഇറ്റ്സ് എ ടൂൾ. നിങ്ങൾ ഇത് ഓർത്ത് വെച്ചോണം അല്ലെങ്കിൽ എവിടെയെങ്കിലും എഴുതി വെച്ചോണം. എവറി ഫ്രീ ആപ്പ് ഈസ് എ ഡാറ്റ കളക്ഷൻ മെഷീൻ. ദ പ്രൊഡക്റ്റ് ബീയിങ് സോൾഡ് ഈസ് യു. ഒരു ആപ്പ് ഒരു യൂസ്ഫുൾ ആണ്, ഫ്രീ ആണ് എന്നുണ്ടെങ്കിൽ അതിന് ഓൾറെഡി അതിൻ്റെ സെർവർ സ്പേസിന് ചാൻസ് ഉണ്ട്. ഒന്നില്ലെങ്കിൽ അതിന് ഏണിങ് ചെയ്യാനുള്ള ഒരേ ഒരു ഓപ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അഡ്വർടൈസ്മെൻ്റ് ആണ്. അതിന് അഡ്വർടൈസ്മെൻറ്റ് ഇല്ലെങ്കിൽ സോ യു ആർ ദ പ്രൊഡക്റ്റ്. നിങ്ങളുടെ ആക്ടിവിറ്റി മോണിറ്റർ ചെയ്യാൻ, നിങ്ങളുടെ ഡാറ്റ എടുക്കാൻ ആണ് ആ ആപ്പ് കൊണ്ട് ആകുള്ള ഉപയോഗം. ഇഫ് എനിത്തിങ് ഈസ് ഫ്രീ, ദർ ഈസ് സംതിങ് ഹിഡൻ ഓൺ ഇറ്റ്. സോ ഇഫ് ദ ആപ്പ് ഈസ് ഫ്രീ, സോ യു ആർ ദ പ്രൊഡക്റ്റ്. എന്തൊക്കെ ഒരു ആപ്പ് ലീഗലി കളക്ട് ചെയ്യുന്നു എന്ന് നമുക്ക് നോക്കാം. നിങ്ങളുടെ പെർമിഷനോട് കൂടി തന്നെ. ഒന്ന്, ലൊക്കേഷൻ, റിയൽ ടൈം GPS മൂവ്മെൻറ്റ്സ് പാറ്റേൺ, എവിടെ പോകുന്നു, ആരെ കാണുന്നു, എവിടെയൊക്കെ വിസിറ്റ് ചെയ്തു, എപ്പോൾ അവിടെ പോയി, ഏതെല്ലാം എന്താണ് പർച്ചേസ് ചെയ്യുന്നത്, നിങ്ങളുടെ ഡിവൈസിലുള്ള എല്ലാ ലൊക്കേഷൻ, നിങ്ങളുടെ ഡിവൈസ് പോകുന്ന എല്ലാ ലൊക്കേഷനും ഒരു കളക്ട് ചെയ്യുന്നു. സ്കാമേഴ്സ് ബൈ ലൊക്കേഷൻ ഡാറ്റ ടു ടൈം കോൾസ് വെൻ യു ആർ ഡിസ്ട്രാക്റ്റഡ്. സ്കാമേഴ്സ് ഈ ലൊക്കേഷൻ ഡാറ്റ ഉപയോഗിക്കുന്നു. കോണ്ടാക്റ്റുകൾ, നിങ്ങളുടെ മൊബൈൽ കോളിലുള്ള കോണ്ടാക്ട്, എവറി ഫോൺ നമ്പർ ആൻഡ് നെയിം ഇൻ യുവർ അഡ്രസ് ബുക്ക്, എന്തെല്ലാം അതിൽ മെൻഷൻ ചെയ്തിട്ടുണ്ടോ അതെല്ലാം. യൂസ്ഡ് ക്രാഫ്റ്റ് കൺവിൻസിങ് ഇംപേഴ്സണേഷൻ സ്കാംസ് ടാർഗറ്റിംഗ് യുവർ ക്ലയൻറ്റ്സ്. നിങ്ങളുടെ മൊബൈലിൽ കോണ്ടാക്റ്റിൽ ആരൊക്കെ വിളിക്കുന്നു, ആരൊക്കെയാണ് നിങ്ങളുടെ സപ്ലയർ, ആരൊക്കെയാണ് നിങ്ങളുടെ ബയ്യർ, ഏത് പ്രൈസിനാണ് നിങ്ങൾക്ക് വാങ്ങിയത്, ഇതെല്ലാം അറിയാൻ കഴിയും. മൈക്രോഫോൺ, ഏറ്റവും വീക്കായിട്ടുള്ള പോയിന്റുകളൊന്നാണ്. ഒന്ന് ക്യാമറ, ഒന്ന് മൈക്രോഫോൺ. മൈക്രോഫോണിൽ നിങ്ങൾ ഏതെല്ലാം സംസാരിക്കുന്നു ആ മൈക്രോഫോൺ ആക്സസ് ചെയ്യാനുള്ള ഒരു ആപ്പിന് നിങ്ങൾ കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് ആക്സസ് ചെയ്യാൻ കഴിയും. ബാക്ക്ഗ്രൗണ്ട് ഓഡിയോ വരെ, ബാക്ക്ഗ്രൗണ്ട് ഓഡിയോ ക്യാപ്ചർ വെൻ ലിസണിങ് ഫോർ കമാൻഡ്സ്.
business meetings, pricing discussion, client names, everything is exposed. Camera access, photo library access, face recognition data, identity verification, images, check, business document, whatever, everything can be stolen. എല്ലാം നിങ്ങളുടെ ഫോണിൽ നിന്ന് ക്യാമറ ആക്ടിവിറ്റികളെല്ലാം മോണിറ്റർ ചെയ്യാവുന്നതേ ഉള്ളൂ. SMS OTP. ഈ SMS OTP ആണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചില ആപ്പിനൊരു സ്വഭാവമുണ്ട്. അത് ഓരോ 25 സെക്കൻഡ് കൂടും അല്ലെങ്കിൽ 15 സെക്കൻഡ് കൂടെ സെറ്റ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് സ്ക്രീൻഷോട്ട് എടുക്കും. അപ്പോൾ ആ സ്ക്രീൻഷോട്ട് വഴി OTP എടുക്കാൻ ചാൻസ് ഉണ്ട്. നിങ്ങൾ ചിലയിടത്ത് കേട്ടിട്ടുണ്ടാവും, ഞാൻ ഒരാൾക്കും OTP കൊടുത്തിട്ടില്ല, ബട്ട് സ്റ്റിൽ ഐ ലോസ് മണി. അപ്പോൾ അങ്ങനെ നമ്മൾ കഴിഞ്ഞ ഒരു 2-3 വർഷം മുമ്പ് ഏഷ്യനെറ്റിൽ വന്ന ഒരു വീഡിയോ ഉണ്ടായിരുന്നു, അത് വളരെ ഓർമ്മയുണ്ട്. കസ്റ്റമർ വന്ന് ബാങ്കിൽ ബഹളം വയ്ക്കുന്നത്, എൻ്റെ പൈസ ഇതിൽ നിന്ന് നഷ്ടപ്പെട്ടു. മാനേജർ ഒരു തരത്തിലും സമ്മതിച്ച് കൊടുക്കുന്നില്ല. നിങ്ങളുടെ OTP നിങ്ങളുടെ മൊബൈലിൽ വന്നിട്ടുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് മാത്രമാണ്, ഞങ്ങൾക്കത് കാണാൻ കഴിയില്ല. പക്ഷേ ഇവർ പറയുന്നത് എന്നെ ആരും വിളിക്കുകയോ എൻ്റെ അടുത്ത് OTP ചോദിക്കുകയോ ചെയ്തിട്ടില്ല. അപ്പോൾ ബാങ്കുകാർ കസ്റ്റമർ ഉണ്ടാക്കുന്ന ഫാബ്രിക്കേറ്റഡ് സ്റ്റോറിയാണെന്നും കസ്റ്റമർ ബാങ്കുകാരെയും കുറ്റം പറയുന്നു. അപ്പോൾ ഈ ഒരു ഓപ്ഷനുള്ള ഒരു ആപ്പ്, സ്ക്രീൻഷോട്ട് എടുക്കാൻ പറ്റുന്ന ആപ്പ്, അതുവഴി ഈ SMS OTP റിക്കവർ ചെയ്യാം, അതിൻ്റെ ഓവർകം ചെയ്യാൻ പറ്റും, ഓവർ റൈഡ് ചെയ്യാൻ പറ്റും. ക്ലിപ്പ് ബോർഡ്, നിങ്ങൾ ചിലതൊക്കെ നിങ്ങളുടെ അഡ്രസ്സ്, നിങ്ങളുടെ ബാങ്ക് ഡീറ്റെയിൽസ്, പാസ്വേഡൊക്കെ നിങ്ങൾ എവിടെയെങ്കിലും സേവ് ചെയ്തിട്ടുണ്ടെങ്കിൽ everything you copy, paste, password, account number, everything can be stolen. എല്ലാം മോഷ്ടിച്ച് കൊണ്ടുപോകാൻ പറ്റുന്നതേ ഉള്ളൂ. എവിഡൻസ്, ഗൂഗിൾ ആൻഡ് മെറ്റ ഏൺസ് $300 billion ഇയർ സെല്ലിംഗ് ബിഹേവിയർ ഡാറ്റ. ഓൺലി $300 billion ആണ് ജസ്റ്റ് ഡാറ്റ സെല്ല് ചെയ്തിട്ട് മാത്രം അവർ ഏൺ ചെയ്യുന്നത്. അണ്ടർഗ്രൗണ്ട് ഡാറ്റ ബ്രോക്കർ മാർക്കറ്റ്, അതായത് ബ്ലാക്ക് മാർക്ക്, നമ്മുടെ ഡാർക്ക് വെബ് എന്ന് പറയില്ലേ, അവിടെയൊക്കെ ഈ പറയുന്ന ഡാറ്റാബേസുകളൊക്കെ ഇതാണ്. നിങ്ങൾ അല്ലെങ്കിൽ ഗൂഗിളിൽ പോയിട്ട് ഏതെങ്കിലും ഒരു ഉദാഹരണത്തിന് ഡാറ്റാബേസ് ഫോർ റിയൽ എസ്റ്റേറ്റ് ഡാറ്റാബേസ് ഫോർ ദുബായ് ഫോർ എക്സാമ്പിൾ സെർച്ച് ചെയ്ത് നോക്കും, അതിൽ ഒരുപാട് റിസൾട്ട് വരും. കംപ്ലീറ്റ് ഡാറ്റ കിട്ടും. ആരാണ് ബൈ ചെയ്തത്, എത്രയ്ക്കാണ് ബൈ ചെയ്തത്, ആരാണ് പ്രൈസ്, ഒക്കെ വാങ്ങിക്കാൻ കിട്ടും. പിന്നെ ഒരു സെല്ലറെ സംബന്ധിച്ചോളം അതിൽ മെസ്സേജ് അയക്കുക, നിങ്ങളുടെ അടുത്ത് വിൽക്കാനുണ്ടോ അല്ലെങ്കിൽ വാങ്ങാൻ നിങ്ങൾക്ക് താല്പര്യമുണ്ടോ. വിൽക്കാനുണ്ടെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ വിൽക്കാൻ സെല് ചെയ്യാൻ പിന്നെയും എളുപ്പമായിരിക്കും. ഇതെല്ലാം അവൈലബിൾ ആണ്, നിങ്ങളുടെ കൺമുമ്പിൽ കാണുന്ന എവിഡൻസ് ആണ്. ഞാൻ ഈ പറയുന്നത് ഉണ്ടാക്കിയിട്ടോ ഞാൻ എൻ്റെ ഭാവനയിൽ നിന്ന് എടുത്തോ പറയുന്നതല്ല. അണ്ടർഗ്രൗണ്ട് ഡാറ്റ ബ്രോക്കർ മാർക്കറ്റ് സെൽ ലീക്ഡ് ആപ്പ് ഡാറ്റാബേസസ് ആസ് ലോ ആസ് $25 per 1000 റെക്കോർഡ്. ഇത് നിങ്ങൾക്ക് ഡാർക്ക് വെബിൽ പോവുകയാണെങ്കിലും നിങ്ങൾക്കിത് ഈസി ആയിട്ട് ഡാറ്റാബേസുകൾ നിങ്ങൾക്ക് കിട്ടാൻ ചാൻസ് ഉണ്ട്. രണ്ടാമത്തെ തരത്തിലുള്ള അറ്റാക്കിങ്, പെർമിഷൻസ് സൈലൻറ്റ് കൺസെപ്റ്റ്. നിങ്ങൾ ഒരു മൊബൈലിൽ ആപ്പിൽ പോയിട്ട് ഗൂഗിൾ പ്ലേയിൽ പോയിട്ട് ഒരു ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യുന്നു. അപ്പോൾ അതിൽ ഫസ്റ്റ് പെർമിഷൻസ് ചോദിക്കും. സോ യു അലോ എന്ന് കൊടുത്തിട്ട് നിങ്ങളത് ഇൻസ്റ്റാൾ ചെയ്യും. ഈ അലോ കൊടുക്കുന്നിടത്തോളം ലൊക്കേഷൻ ആക്സസ് ചിലതിനുണ്ടാവും. അപ്പോൾ ഒരു ഫ്ലാഷ് ലൈറ്റ്, വൈ ഡസ് ഫ്ലാഷ് ലൈറ്റ് നീഡ് GPS? കോൾ ലോഗ് ആക്സസ്, ഇത് ചില ആപ്പുകൾ ചോദിക്കും. കോൾ ലോഗ് ടു റീഡ് യുവർ ബിസിനസ് കോൺടാക്റ്റ് ആണ് അതിൻ്റെ ഉദ്ദേശം. SMS റീഡിങ് ഓപ്ഷൻ, ചില ഓപ്ഷൻസ് കൊടുക്കും. അലോ കൊടുത്തു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക് പെർമിഷൻ കിട്ടുകയാണ്. മൈക്രോഫോൺ ടു ലിസൺ യുവർ മീറ്റിങ്സ്, ആരൊക്കെയാണ് സംസാരിക്കുന്നത്, എന്തെല്ലാം വാങ്ങാൻ ഉദ്ദേശിക്കണോ അതിനെല്ലാം ആധുനികമായിട്ട് അതിന് അടുത്ത പരസ്യം കൊടുക്കാനുള്ള ചാൻസ് ഉണ്ട്. ക്യാമറ, ഫോട്ടോഗ്രാഫ്, ഡോക്യുമെൻറ്റ്സ്, നമ്മളുടെ ഡോക്യുമെൻറ്റ്സ് ഫോട്ടോഗ്രാഫ് ചെയ്യാൻ എല്ലാം ആ ക്യാമറയിൽ നിന്ന് നമ്മളറിയാതെ പോലും നമ്മളുടെ ഡാറ്റാബേസ് എടുത്തു കൊണ്ടുപോകാൻ അവർക്ക് കഴിയും. നിങ്ങൾ ഈ അലവാൾ കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്ത് ചെയ്യാം നമുക്ക് നോക്കാം. വാട്ട് ഹാപ്പൻസ് ആഫ്റ്റർ അലോ? SMS ഗ്രാൻഡഡ്.
It will lead to OTP theft, bank, UPI trading accounts, everything is accessible. Storage access granted. All photo, contracts, invoice, ID, everything will be exposed. Microphone access granted. Phone, നിങ്ങളുടെ ബിസിനസ് കോള്, പ്രൈസിങ് ഡിസ്കഷൻ, റെക്കോർഡഡ് വീഡിയോ, അത് കൂടാതെ നിങ്ങൾ വേറെ നിങ്ങളുടെ ഫ്രണ്ടിൻ്റെ അടുത്തുള്ള സംസാരം അതുവരെ മൈക്രോഫോൺ ആക്സസ് കിട്ടി കഴിഞ്ഞാൽ റെക്കോർഡ് ചെയ്യാൻ പറ്റും. ക്ലിപ്പ് ബോർഡ് ആക്സസ് ഗ്രാൻഡഡ്. ഇവിടെ എവറി പാസ്വേഡ് യു കോപ്പി ആൻഡ് പേസ്റ്റ് വിൽ ബി ഇൻ്റർസെപ്റ്റ്. ഇത് കോപ്പി എടുത്ത് കൊണ്ടുപോകാൻ കഴിയും. കോൺടാക്റ്റ് ആക്സസ് ഗ്രാൻഡഡ്. യുവർ ക്ലയൻറ്റ് ലിസ്റ്റ് സോൾഡ് ഓൺ ഡാറ്റ ബ്രോക്കേഴ്സ് മാർക്ക്. ഇത് ഇവിടെ നിങ്ങൾ പ്രത്യേകിച്ച് കോൺടാക്റ്റ് ആക്സസ് കിട്ടിയിട്ട് അവർക്ക് എന്ത് ചെയ്യാനെന്നില്ലേ. ഇപ്പം നിങ്ങളുടെ ബിസിനസ് എന്താണെന്ന് ഈ ഹാക്കർക്ക് അല്ലെങ്കിൽ ഇൻ്റർനെറ്റ് സർവീസ് പ്രൊവൈഡർക്ക് അല്ലെങ്കിൽ ബ്രൗസർ പ്രൊവൈഡ് ചെയ്യുന്ന ഒരു കമ്പനിക്ക് അറിയാൻ പറ്റും. അപ്പോൾ നിങ്ങൾ ആർക്കാണ് സെല്ല് ചെയ്യുന്നത് എന്ന് അറിഞ്ഞു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ ഡാറ്റാബേസ് ബ്ലാക്ക് മാർക്കറ്റിൽ ഈ ഡാറ്റാബേസ് അവൈലബിൾ ആണ്. അത് വാങ്ങിച്ചിട്ട് മാർക്കറ്റിംഗ് ചെയ്താൽ മതി. ക്യാമറ ആക്സസ് ഗ്രാൻഡഡ്. നിങ്ങളുടെ ഡോക്യുമെൻറ്റ്സ്, ചെക്ക്, സ്ക്രീൻ, ഫോട്ടോഗ്രാഫി, എവറിത്തിങ് ക്യാൻ ബി ഡൺ സൈലൻ്റ്ലി. ഹാക്കേഴ്സ് ഡോണ്ട് ഹാക്ക് ഫോൺ ഫസ്റ്റ്. ഹാക്കേഴ്സ്മാർ ഒരിക്കലും ഫോൺ ഫസ്റ്റ് ഹാക്ക് ചെയ്യുന്നില്ല. നിങ്ങൾ ഉദ്ദേശിക്കുന്ന പോലെ ഹാക്കർ എന്ന് പറയുന്നത് എപ്പോഴെങ്കിലും ക്ഷമയില്ലാത്തവരല്ല. അവർ ക്ഷമയുള്ളവരാണ്. ഒരു ഹാക്കറാകാൻ വേണ്ടിയുള്ള ആദ്യത്തെ ക്വാളിറ്റി ക്ഷമ. രണ്ടാമത്തെ സ്ഥിരോത്സാഹം, സൈലൻറ്റ്. റീട്രൈ ചെയ്തുകൊണ്ടേയിരിക്കണം. ദേ വെയിറ്റ് ഫോർ യൂസേഴ്സ് ടു അൺലോക്ക് ദ ഡോർ. അവർ വെയിറ്റ് ചെയ്യും എപ്പോഴാണ് നിങ്ങളുടെ നിങ്ങളായിട്ട് തന്നെ തുറന്നു തരുന്നത് വരെ അവർ വെയിറ്റ് ചെയ്യും. ഓപ്പർച്യൂണിറ്റി എപ്പോൾ കിട്ടുന്നോ അതുവരെ. ചിലപ്പോൾ ഒരു ക്ലയൻറ്റിന് അല്ലെങ്കിൽ അവരുടെ ഒരു വിക്ടിമിന് അവർ വേണ്ടി മാസങ്ങളോളോ അല്ലെങ്കിൽ വർഷങ്ങളോളോ കാത്തിരുന്നു കഴിഞ്ഞാലും അവരത് ചെയ്യാറാണ്. എങ്കിലേ അതിലേക്ക് കഴിയുള്ളൂ. ആക്ഷൻ. ഗോ ടു സെറ്റിങ്സ്. നിങ്ങൾ ഒരു കാര്യം മാത്രം ചെയ്താൽ മതി. എനിക്ക് നിങ്ങളുടെ ഇത് ചെയ്യാം. നിങ്ങൾക്ക് പറ്റുകയാണെങ്കിൽ നിങ്ങളുടെ ഈ പറയുന്ന വീഡിയോ നിങ്ങളുടെ എംപ്ലോയീസിന് അല്ലെങ്കിൽ നിങ്ങളുടെ ഫാമിലി മെമ്പേഴ്സിന് ഉറപ്പായും കാണിച്ചു കൊടുക്കണം. എവിടെയാണോ വീക്ക്നെസ് വരുന്നത് അവയർനെസ് ഇല്ലാത്ത സമയത്താണ്. അവയർനെസ് ആവുക എന്നുള്ളതേ നമുക്ക് കഴിയുള്ളൂ. നമ്മളുടെ മുമ്പിലുള്ള ഓപ്ഷനുള്ളൂ. സെറ്റിങ്സിൽ നിങ്ങൾ നോക്കുക, ആപ്പുകൾ എടുക്കുക, എന്നിട്ട് പെർമിഷൻ എന്തിനെല്ലാം നിങ്ങൾ കൊടുത്തിട്ടുണ്ട് നോക്കുക. ഇപ്പോൾ ഒരു ഉദാഹരണത്തിന് ഒരു ഗെയിമിന് ചിലപ്പോൾ നിങ്ങൾ മൈക്രോഫോണും ക്യാമറയ്ക്കൊക്കെ പെർമിഷൻ കൊടുത്തിട്ടുണ്ടെങ്കിൽ അതെന്തിനാണ് നോക്കുക. അല്ലെങ്കിൽ ഒരു ഫ്ലാഷ് ലൈറ്റിന് നിങ്ങൾ എന്തിനാണ് ക്യാമറയും നിങ്ങൾ മൈക്രോഫോണും അല്ലെങ്കിൽ ഗാലറിക്കൊക്കെ പെർമിഷൻ കൊടുത്തിട്ടുണ്ടത് എന്തിനാണ് നോക്കുക. ഇത് അതിനാവശ്യമുണ്ടോ? അങ്ങനെ ഉണ്ടെങ്കിൽ നിങ്ങൾ ഉറപ്പായിട്ടും നിങ്ങൾ മാറ്റാം. മൂന്നാമത്തെ അറ്റാക്കിംഗ് പോയിന്റ് ഫിഷിംഗ്. ദിസ് ഈസ് ദ നമ്പർ 1 വെപ്പൺ. ഫിഷിങ്ങിന് ടെക്നിക്കൽ സ്കില്ല് ഒരുപാട് വേണ്ട. അതായത് ഒരു വലിയ കോഡർ ആവാനോ ഒന്നും വേണ്ട ആവശ്യമില്ല. ഇങ്ങനത്തുള്ള ടൂളൊക്കെ ഓൾറെഡി തന്നെ മാർക്കറ്റിൽ അവൈലബിൾ ആണ്. 91% ഓഫ് സൈബർ അറ്റാക്ക് ബിഗിൻസ് വിത്ത് എ ഫിഷിംഗ് ഇമെയിൽ ഓർ മെസ്സേജ്. 91% സൈബർ അറ്റാക്കുകളും ഇമെയിൽ വഴിയോ വാട്സപ്പ് മെസ്സേജ് വഴിയോ അല്ലെങ്കിൽ SMS മെസ്സേജ് വഴിയോ ഉണ്ടാവുന്നതാണ്. ഉദാഹരണത്തിന് 1 ബാങ്ക് KYC ഫിഷിംഗ്. നിങ്ങൾക്ക് ഒരു ഇമെയിൽ വരുന്നെന്ന് വയ്ക്കുക. യുവർ SBI അക്കൗണ്ട് ഷോസ് സസ്പീഷ്യസ് ആക്ടിവിറ്റി. ഈ ആൾക്കറിയാൻ പറ്റും ഇത് നിങ്ങൾക്ക് ഉദാഹരണത്തിന് SBIയിലാണോ HDFCയിലാണോ ഫെഡറൽ ബാങ്കിലാണോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ബാങ്കിലാണോ ആ ബാങ്കിങ് ഡീറ്റെയിൽസ് എല്ലാം അവർക്ക് അറിയാൻ പറ്റും. നിങ്ങൾ വിത്ത് ഇന്ന നമ്പർ വരെ ഒരു ജെനുവിനിറ്റി തോന്നിക്കുന്ന ഒരു ഇമെയിൽ വരും. വെരിഫൈ നൗ അക്കൗണ്ട് വിൽ ബി ബ്ലോക്ക്ഡ് ഇൻ 2 hours. എന്നിട്ട് ഇതുപോലൊരു ലിങ്ക് കൊടുക്കും. SBI secure verify.in. ഞാനതൊരു സാമ്പിളിന് ഇട്ടതാണ്. ഇത് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് അറിയുന്നുണ്ടല്ലോ ഫേക്ക് ആണെന്ന്. ഞാനവിടെ ഫേക്ക് എന്ന് എഴുതിയിട്ടുണ്ട്. എന്നിട്ട് നിങ്ങളത് ഞാൻ ഇതിനു മുമ്പ് നേരത്തെ ഒരു ഇമെയിൽ ഹാക്കിങ്ങിൻ്റെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇത് കാണാത്തവർ അത് ചെയ്ത് കണ്ടു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു ചെറിയൊരു ഐഡിയ കിട്ടും. ഈ ഫേക്ക് വെബ്സൈറ്റിൽ കയറിയിട്ട് നിങ്ങൾ ലോഗിൻ പാസ്വേഡ് യൂസർ നെയിം കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങളുടെ പാസ്വേഡ് യൂസർ നെയിം കിട്ടി. ഇത് ഒരു തരം ഫിഷിംഗ് ആണ്. ബിസിനസ് ഇമെയിൽ കോംപ്രമൈസ്. ചിലപ്പം നിങ്ങളുടെ അക്കൗണ്ട്സ് ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് ഒരു മെയിൽ റിസീവ് ആവുകയാണ്. ദിസ് ഈസ് ദ MD, പ്ലീസ് പ്രോസസ്
ചിലപ്പോൾ നിങ്ങളുടെ പേര് വെച്ചിട്ടായിരിക്കും ആ ഇമെയിൽ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടാവുക. പ്ലീസ് പ്രോസസ് പേയ്മെൻറ്റ് അർജൻറ്റ് 2.5 lakhs ദിസ് ന്യൂ വെണ്ടർ ബൈ 3 PM ടുഡേ. ഈ ഒരു പുതിയൊരു ഒരു വെണ്ടർക്ക്, പുതിയ ഒരു സപ്ലയർക്ക് പെട്ടെന്ന് ഈ ഒരു പേയ്മെൻറ്റ് ഇട്ടുകൊടുത്തേക്ക് എന്ന് പറഞ്ഞിട്ട് MD അയക്കുന്നത് പോലെ ഒരു മെയിൽ ആയിരിക്കും. ചിലപ്പോൾ MD ഓഫ് ദ കമ്പനി @gmail.com അല്ലെങ്കിൽ നിങ്ങളുടെ പേര് @gmail.com വെച്ചിട്ടായിരിക്കും ഒരു ഇമെയിൽ അയക്കുന്നത്. ഫിനാൻസ് ടീം ബൈ മിസ്റ്റേക്ക് അവർ ഈ മണി ട്രാൻസ്ഫർ ചെയ്യുന്നു സ്കാമറിൻ്റെ അക്കൗണ്ടിലേക്ക്. സ്കാമർ ഓൾവേസ് ട്രൈങ് ലക്ക്. ജസ്റ്റ് ലൈക്ക് നിങ്ങൾ ലോട്ടറി എടുക്കുന്നത് പോലെ തന്നെയാണ് സ്കാമറിൻ്റെ ജീവിതത്തിൽ ഓരോ ദിവസം കടന്നു പോകുന്നത്. അവർ എപ്പോഴും പുതിയത് ട്രൈ ചെയ്തുകൊണ്ടിരിക്കും. 1,00,000 പേർക്ക് ഒരേ സമയം മെസ്സേജ് അയക്കാവുന്ന ഇമെയിൽ സോഫ്റ്റ്വെയറുകൾ ഇന്ന് അവൈലബിൾ ഉണ്ട്, ഒരു ഫിസിക്കൽ എഫേർട്ടും കൂടാണ്ട്. അപ്പോൾ എല്ലാവർക്കും കുത്തിയിരുന്ന് ഇമെയിൽ ചെയ്യേണ്ട കാര്യമില്ല. ഈ ഇമെയിൽ വന്ന് ഒരാളോ അല്ലെങ്കിൽ 2 ആളോ അവർ ഒരു ട്രാൻസ്ഫർ ആയിക്കഴിഞ്ഞാൽ സ്റ്റിൽ ദേ വിൻ. മാസത്തിൽ ഒരു വിൻ കിട്ടിയാലും കൂടി സ്റ്റിൽ ദേ വിൻ. ഡെലിവറി കസ്റ്റംസ് ഫിഷിംഗ്, ഇത് വേറെ തരത്തിലുള്ള ഫിഷിംഗ് ആണ്. ഡെലിവറി ഫിഷിംഗ് എന്നാണ് ഇതിൻ്റെ പേര്. ഒരു ആമസോൺ പാർസൽ ഹെൽഡ് അറ്റ് കസ്റ്റംസ്, പേ 149 rupees ഫ്രീ ടു റിലീസ്, ക്ലിക്ക് ദിസ് ലിങ്ക് എന്ന് പറഞ്ഞിട്ട് ഒരു ലിങ്ക് കൊടുക്കും. ഇത് കണ്ടില്ലേ ഇവിടെ, അതേപോലെ ഒരു ആമസോൺ ഡെലിവറി ഇന്ത്യ.com എന്ന് പറഞ്ഞിട്ടൊരു ഫേക്കായിട്ടുള്ള ഒരു ലിങ്ക് കൊടുക്കും. അതിൽ കാർഡ് ഡീറ്റെയിൽസ് അടിക്കുന്നു, പൈസ മൊത്തം പോകുന്നു. ഇതാണ് ഒരു രീതി. അടുത്തത് ടാക്സ് ഗവൺമെൻറ് ഫിഷിംഗ്. ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെൻറ്റ് റീഫണ്ട് ഓഫ് 18,450 പെൻഡിങ്, സബ്മിറ്റ് ബാങ്ക് ഡീറ്റെയിൽസ് ടു പ്രോസസ് റീഫണ്ട്. എന്നിട്ട് ഇതുപോലെ ഒരു ബാങ്ക് ഡീറ്റെയിൽസ് കൊടുക്കും, ഒരു ലിങ്ക് കൊടുക്കും. എന്നിട്ട് അതിൽ ബാങ്ക് ഡീറ്റെയിൽസ് കൊടുത്തു കഴിഞ്ഞാൽ ബാങ്ക് ഡീറ്റെയിൽസ് ഓൾറെഡി സ്റ്റോളനായി, അക്കൗണ്ടിലുള്ള മൊത്തം പൈസയും തിരിച്ചു പോകും. അത് വേറൊരു തരത്തിലുള്ള അറ്റാക്ക് നമ്പർ 4, പബ്ലിക് വൈഫൈ സർവൈലൻസ് ക്യാമറ. പബ്ലിക് വൈഫൈ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹാക്കർമാരുടെ സർവൈലൻസ് ക്യാമറയാണ്. അവർക്ക് ഓരോരുത്തരെയും മോണിറ്റർ ചെയ്യാൻ പറ്റി. ഏറ്റവും കൂടുതൽ ഹാക്കർ അറ്റാക്ക് ചെയ്യുന്നത് ഫസ്റ്റ് പബ്ലിക് വൈഫൈ ആണ്. എപ്പോഴും എവറി കഫേ, എയർപോർട്ട്, ഹോട്ടൽ, മോൾ, വൈഫൈ ഇസ് എ പൊട്ടൻഷ്യൽ അറ്റാക്കർ പ്ലേ ഗ്രൗണ്ട്. എവിടെയൊക്കെ ഫ്രീ വൈഫൈ ഉണ്ടോ കഴിയുന്നത് അത് ഉപയോഗിക്കാതിരിക്കണതാണ് നല്ലത്. നിങ്ങളുടെ മറ്റേ ഫോണിൽ ഡാറ്റ ഉണ്ടെങ്കിൽ അത് ഉപയോഗിക്കുക, അല്ലെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിൻ്റെ അടുത്ത് ഡാറ്റ ഉണ്ടെങ്കിൽ അത് ഉപയോഗിക്കുക. ഒരിക്കലും നിങ്ങൾ ഫ്രീ ഡാറ്റ ഉപയോഗിക്കരുത്. അപരിചിതൻ്റെ അടുത്തും ഡാറ്റ വാങ്ങിക്കരുത്. ഒന്ന് നോക്കാം ഇതെങ്ങനെയൊക്കെയാണ് ഇത് പ്രോസസ്സ് ചെയ്യണം. 1, 2, 3 സ്റ്റെപ്പ്. അറ്റാക്കർ ഒരു റെയിൽവേ സ്റ്റേഷനിൽ പോകണം. എന്നിട്ട് പാലക്കാട് റെയിൽവേ സ്റ്റേഷൻ അല്ലെങ്കിൽ കൊച്ചിൻ റെയിൽവേ സ്റ്റേഷൻ എന്ന് പറഞ്ഞിട്ടുള്ള ഫ്രീ വൈഫൈ ഉണ്ടെന്ന് പറഞ്ഞാൽ അതിന് തുല്യമായിട്ടുള്ളൊരു വൈഫൈ ഉണ്ടാക്കണം. ഇൻ കഫേ അറ്റാക്സ് ലാപ്ടോപ്പ് ബ്രോഡ്കാസ്റ്റ്, കഫേ വൈഫൈ ഫ്രീ, ഫോർ എക്സാമ്പിൾ BPCL പെട്രോൾ ഫ്രീ. ഇതുപോലെ തന്നെ ഒന്നുണ്ടാക്കും, BPCL പെട്രോൾ ഫ്രീ 2 അല്ലെങ്കിൽ ഫ്രീ 1, ഐഡൻറ്റിക്കൽ നെയിം ടു ദ റിയൽ 1. ഇങ്ങനെ ഇതായി കഴിഞ്ഞാൽ UC2 ഓപ്ഷൻ, എയർപോർട്ട് ഫ്രീ വൈഫൈ ആൻഡ് എയർപോർട്ട് ഫ്രീ വൈഫൈ 2, അല്ലെങ്കിൽ അങ്ങനെ ഇതുണ്ടെങ്കിൽ യു പിക്ക് 1 റാൻഡംലി. നിങ്ങൾ ആ വൈഫൈ ആയിട്ട് കണക്റ്റ് ആയി, അതായത് ഹാക്കർ ഡെവലപ്പ് ചെയ്ത രണ്ടാമത്തെ വൈഫൈ ആയിട്ട് കണക്റ്റ് ആയി. ആദ്യം ഓൾറെഡി ഉള്ള ഫ്രീ വൈഫൈയും വൾണറബിൾ ആണ്. അത് കൂടാതെ ഇത് അതിലേ ഈസിയാണ് ഇങ്ങനെയുള്ള ആർട്ടിഫിഷ്യലായിട്ട് രണ്ടാമതൊരു വൈഫൈ അവർക്ക് ഉണ്ടാക്കുന്നത്. നമ്മൾ അതിലേക്ക് കണക്റ്റ് ചെയ്തു. കണക്റ്റ് ചെയ്യുന്നത് കൂടി നിങ്ങളുടെ പാസ്വേഡ്, പ്രോംപ്റ്റ്, എവറിത്തിങ് വിൽ ബി സ്റ്റോളൻ. യുവർ ഡിവൈസ് auto connect, believing it's a trusted network. No password prompts make it feel legitimate. Your phone connects while you work on a presentation in the long before you flight. നിങ്ങളുടെ എല്ലാ ഡാറ്റാബേസും അവർ കൊണ്ടുപോകും. അറ്റാക്കേഴ്സ് സീസ് എവറിത്തിങ്. എവറി അൺഎൻക്രിപ്റ്റഡ് പാക്കറ്റ് ഈസ് റീഡബിൾ. അൺഎൻക്രിപ്റ്റഡ് ആയിട്ടുള്ള എല്ലാ ഡാറ്റ അതിൽ റീഡബിൾ ആണ്. നിങ്ങളുടെ ഫോട്ടോ, വീഡിയോ, ഡോക്യുമെൻറ്റ്സ്, ഇനി വേറെ എന്തെങ്കിലും ഇമെയിലാണെങ്കിലും എല്ലാം റീഡബിളാണ്. എല്ലാം ഏത് വെബ്സൈറ്റ് വിസിറ്റ് ചെയ്തു, എന്താണ് ലോഗിൻ ക്രെഡൻഷ്യൽ, യൂസർ നെയിം, പാസ്വേഡ് എല്ലാം അതിലുണ്ട്. ഇവൺ
ഡേറ്റ് ഓഫ് ബർത്ത് അടക്കമൊക്കെ കിട്ടുമല്ലോ സ്വാഭാവികമായിട്ട്. മെസ്സേജ് സെൻഡ്, യോ ഇമെയിൽ ലോഗിൻ, ക്ലയൻറ്റ് പ്രപ്പോസൽ, ബാങ്കിങ് ആപ്പ് സെഷൻ, all intercepted in real time. What attackers can read on unsecured network? Login ID, പാസ്വേഡ് കിട്ടി, ഇമെയിൽ കണ്ടന്റ് കിട്ടി, ബാങ്കിങ് സെഷൻ കിട്ടി, ഏത് ബാങ്കിലാണ് ഉള്ളത് എന്ന് കിട്ടി. ഇഫ് നോട്ട് യൂസിങ് VPN, ക്ലയൻറ്റ് നെഗോഷിയേഷൻ, നിങ്ങൾ എത്രയാണ് ക്ലയൻറ്റിനുമായിട്ട്, ഏതൊക്കെ ക്ലയൻറ്റുമായിട്ട് സംസാരിച്ചു കൊണ്ടിരിക്കുന്നുണ്ട്, ക്ലയൻറ്റ് ഓഫർ ചെയ്യുന്ന പ്രൈസ് എത്ര, എല്ലാം കിട്ടിക്കഴിഞ്ഞു. ഈ ഡാറ്റ മറ്റുള്ളവർക്ക് യൂസ് ആകും. വാട്സപ്പ് വെബ് സെഷൻ, അതെല്ലാം കൊണ്ടുപോകാൻ പറ്റും. OTPs ഇൻ ട്രാൻസിറ്റ്, SMS ബേസ്ഡ് ഒതൻറ്റിക്കേഷൻ. ഡിഫൻസ്, ഇത് നമുക്ക് ചെയ്യാവുന്ന ഒരേ ഒരു ഡിഫൻസ് എന്ന് പറഞ്ഞാൽ ആൾവേസ് യൂസ് VPN. നിങ്ങളൊരു ഘട്ടത്തിൽ നിങ്ങളൊരു എയർപോർട്ടിലോ അല്ലെങ്കിൽ റെയിൽവേ സ്റ്റേഷനിലോ ഒരു കോഫി ഷോപ്പിലോ നിങ്ങൾ ഇൻ്റർനെറ്റ് ഇല്ലാത്തൊരു സിറ്റുവേഷൻ വന്നു, നിങ്ങളൊരു വൈഫൈ നെറ്റ്വർക്കിലേക്ക് കണക്ട് ചെയ്തു. അത് അവിടെയുള്ള ആളുകളുടെ അടുത്ത് ഓത്തറൈസ്ഡ് ആളുകളുടെ അടുത്ത് ചോദിക്കണം ഏതിലേക്കാണ് കണക്ട് ചെയ്യേണ്ടതെന്ന് ചോദിച്ചിട്ട് ചെയ്യണം. രണ്ടാമത്, ഡിസേബിൾ ഓട്ടോ കണക്ട്. ഓട്ടോ കണക്ട് ഡിസേബിൾ ചെയ്യണം. VPN ഉപയോഗിക്കണം. കഴിയുന്നതും ഒരു കാരണവശാലും പബ്ലിക് വൈഫൈയിൽ ബാങ്കിങ് ഇടപാട് നടത്തരുത്. അത് എത്ര വലിയ തല പോണ കേസാണെങ്കിലും ഒരു കാരണവശാലും ബാങ്കിങ് ഇടപാട്, ഫണ്ട് ട്രാൻസ്ഫർ, എത്ര ആളുകൾ നിങ്ങളെ സ്ട്രെസ് ചെയ്താലും ബുദ്ധിമുട്ടിച്ചാലും നെറ്റ്വർക്കില്ല എന്ന് പറഞ്ഞിട്ട് തന്നെ സ്ട്രോങ് ആയിട്ട് തന്നെ നിൽക്കണം. കഴിയുന്നതും അത് ഒരാൾക്ക് റിസീവ് ചെയ്യാനോ കൊടുക്കാനോ, റിസീവ് ചെയ്യുന്നതൊക്കെ പിന്നെയും നമ്മളുടെ അടുത്ത് ഇതാക്കും. ഒരിക്കലും അങ്ങോട്ടേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്ന ഡീറ്റെയിൽസ് കഴിയുന്നത് ബാങ്ക് ആപ്പുകളിൽ ലോഗിൻ ചെയ്യാണ്ടിരിക്കുക എന്നുള്ളതാണ് ഏറ്റവും ഇത് ചെയ്യേണ്ട കാര്യം. അങ്ങനെ ചെയ്യണമെന്നുണ്ടെങ്കിൽ മൊബൈൽ ഡാറ്റ ഉപയോഗിക്കുക എന്നുള്ളതാണ്. ഇനി അടുത്ത അറ്റാക്ക് നമ്പർ 5, മാൽവെയർ ദ ഇൻവിസിബിൾ ഓക്കുപ്പൻറ്റ്. മാൽവെയർ എന്ന് പറഞ്ഞ ഒരു തരത്തിലുള്ള ചെറിയൊരു സോഫ്റ്റ്വെയർ. അത് നമ്മളുടെ മൊബൈലിൽ അതൊരു സ്ലീപ്പായിട്ട് ഒരിടത്ത് കിടക്കും, അല്ലെങ്കിൽ ഒരു ലാപ്ടോപ്പിൽ ഒരിടത്ത് കിടക്കും. മോഡേൺ മാൽവെയർ ഡസ് നോട്ട് ഡെസ്ട്രോയ് യുവർ ഡിവൈസ്. ഒരു കാലഘട്ടത്തിൽ ഞങ്ങളെല്ലാം ഇൻ്റർനെറ്റ് യൂസ് ചെയ്ത സമയത്ത് സാധാരണ PC-യിലാണ് ഞങ്ങൾ യൂസ് ചെയ്തത്. ആ സമയത്തുള്ള ഒരു കോമൺ അറ്റാക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൽ കൂടെ ഇങ്ങനത്തുള്ള മാൽവെയർ വരും, PC-ൻ്റെ സ്പീഡ് ഡൗൺ ആക്കും. എന്നിട്ട് അവരുടെ തന്നെ സോഫ്റ്റ്വെയർ ഉണ്ടല്ലോ, ആൻറ്റി വൈറസ് സോഫ്റ്റ്വെയർ, അത് തന്നെ സെല്ല് ചെയ്യാൻ നോക്കും. കള്ളനും ഒന്ന് തന്നെ പോലീസുകാരനും ഒന്ന് തന്നെ. അങ്ങനെയാണ് പണ്ടുണ്ടായിരുന്നത്. ഇപ്പോൾ ആ ഒരു ഘട്ടം പോയി. നിങ്ങളുടെ സിസ്റ്റം സ്ലോ ആക്കാനോ ഒരു ആൻറ്റി വൈറസ് സെല്ല് ചെയ്യാനോ അല്ല ഇന്നത്തെ കാലത്ത് ഒരു മാൽവെയർ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. മാൽവെയർ നിങ്ങളെ വാച്ച് ചെയ്യുന്നു ക്വയറ്റ്ലി മന്ത് ബിഫോർ ആക്ടിങ്. എന്തെങ്കിലും ഒന്ന് ചെയ്യുന്നതിന് മുമ്പ് ഒരുപാട് സമയം, ചിലപ്പോൾ മന്ത്, ചിലപ്പോൾ ഇയേഴ്സ്, നിങ്ങളുടെ എല്ലാ ആക്ടിവിറ്റിയും നിങ്ങൾ മോണിറ്റർ ചെയ്യുന്നു. ഇനി നമുക്ക് ഓരോന്നോരോന്നായിട്ട് പരിശോധിക്കാം. എങ്ങനെയാണ് നിങ്ങളുടെ ഡിവൈസിലേക്ക്, നിങ്ങളുടെ സോഫ്റ്റ്വെയർ, നിങ്ങളുടെ മൊബൈലിലേക്ക് അല്ലെങ്കിൽ ലാപ്ടോപ്പ്, നിങ്ങളുടെ ടാബിലേക്ക് ഒരു മാൽവെയർ കടന്നുകൂടുന്നു വിചാരിക്കും. ക്രാക്ഡ് ആൻഡ് പൈറേറ്റഡ് ആപ്സ്. ചില ആപ്പുകൾ ക്രാക്ക് ചെയ്യാൻ പറ്റും. അതിൽ കോഡ് റീറൈറ്റ് ചെയ്യാൻ പറ്റും. അത് എന്താണെന്ന് പറഞ്ഞാൽ അതിൻ്റെ സെക്യൂരിറ്റി ഫീച്ചേഴ്സ് ക്രാക്ക് ചെയ്തിട്ട് അതിലേക്ക് കിടക്കുമ്പോൾ അങ്ങനെ ക്രാക്ക് ചെയ്തിട്ടുള്ള സോഫ്റ്റ്വെയർ അല്ലെങ്കിൽ പൈറേറ്റഡ് ആപ്സ്. ഫ്രീ പെയ്ഡ് ആപ്സ് ഫ്രം ഔട്ട്സൈഡ് ആപ്പ് സ്റ്റോഴ്സ് മോസ്റ്റ് കണ്ടെയ്ൻ കീലോഗേഴ്സ്. ചില ആപ്പുകളുണ്ടാവും വലിയ കോസ്റ്റ്ലി ആയിരിക്കും, പക്ഷേ നിങ്ങളുടെ ഓൺലൈനിൽ തന്നെ ടോറൻറ്റിലോ അല്ലെങ്കിൽ അതുപോലത്തുള്ള വെബ്സൈറ്റുകളിലോ ഈ ഒരു പെയ്ഡ് സോഫ്റ്റ്വെയർ ഫ്രീ ആയിട്ട് കിട്ടും. പൈറേറ്റഡ് ഫ്രീ ആയിട്ട് കിട്ടും. അതോടുകൂടി തന്നെ നിങ്ങളുടെ ആ സോഫ്റ്റ്വെയറിൻ്റെ ഉള്ളിൽ തന്നെയുള്ള സ്ക്രിപ്റ്റ് നിങ്ങളുടെ ലാപ്ടോപ്പിൽ ഇൻസ്റ്റാൾഡ് അല്ലെങ്കിൽ ഒരു PC-യിൽ ഇൻസ്റ്റാൾഡായി.
ഫ്രീ മൂവി ആൻഡ് കണ്ടൻറ് സൈറ്റ്. നിങ്ങൾ വളരെ കോമൺ സെൻസിൽ ചിന്തിക്കാം. അവിടുത്തെ ഒരാൾ ഫ്രീ മൂവി വിത്തൗട്ട് എനി അഡ്വർടൈസ്മെൻറ്റ് ഒരു വെബ്സൈറ്റ് റൺ ചെയ്യുന്നു. അതിൽ സ്വാഭാവികമായിട്ടും അവർക്ക് ഇതിനൊരു റണ്ണിങ് എക്സ്പെൻസ് ഇല്ല. ഇത്രയും വലിയ സെർവർ സ്പേസിന് പെർ ഇയറിൽ ഒരുപാട് പണത്തിൻ്റെ ഇൻവെസ്റ്റ്മെൻ്റ് ഇല്ലേ. അപ്പോൾ അതെങ്ങനെ കവർ ചെയ്യുന്നു? ഓരോ ഫ്രീ മൂവി വെബ്സൈറ്റുകളും ഓരോ ഫിഷിംഗ് ടൂളാണ്. ഡ്രൈവ് ബൈ ഡൗൺലോഡ്സ് ഇൻസ്റ്റാൾ സ്പൈവെയർ സൈലൻ്റ് ആസ് യു. നിങ്ങളത് ബ്രൗസ് ചെയ്യുമ്പോൾ തന്നെ നിങ്ങളുടെ സിസ്റ്റത്തിലേക്ക് അത് കടന്നുകൂടി. ഫേക്ക് സോഫ്റ്റ്വെയർ അപ്ഡേറ്റ്. ചില സമയത്ത് നമ്മൾ കമ്പ്യൂട്ടർ യൂസ് ചെയ്യുന്ന സമയത്ത് സോഫ്റ്റ്വെയർ അപ്ഡേറ്റ് എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ വരും. നമ്മൾ ഓക്കെ കൊടുത്ത് അങ്ങോട്ടും ഈ അപ്ഡേറ്റ് യുവർ ബ്രൗസർ നൗ പോപ്പ് അപ്പ് ആഡ്സ്, അങ്ങനെ ആക്ച്വലി മാൽവെയർ ആയിരിക്കും അതിൽ ഇൻസ്റ്റാൾ ആവുന്നത്. നമ്മൾ ഇതൊന്നും ഒരു സോഫ്റ്റ്വെയർ എഞ്ചിനീയർക്ക് പോലും ഇത് കണ്ടുപിടിക്കാൻ കഴിയില്ല. കാരണം ഇതെല്ലാം പിറകിൽ പോയിട്ട് അതിൻ്റെ കോഡ് നോക്കുക എന്ന് പറയുന്നത് പോസിബിൾ അല്ല. ഇത് കണ്ടുപിടിക്കാൻ കഴിയില്ല. ഇതെങ്ങനെയൊക്കെ ഈ മാൽവെയർ നിങ്ങളുടെ സിസ്റ്റത്തിൽ കേടുന്നു എന്ന് മാത്രമാണ് ഞാൻ പറഞ്ഞു തരുന്നത്. അൺനോൺ USB ഡിവൈസ്. നമ്മളെപ്പോഴും ട്രസ്റ്റബിൾ അല്ലാത്തൊരു USB നമ്മളുടെ കമ്പ്യൂട്ടറിൽ ഒരിക്കലും കൊണ്ടുവരും. ഏതെങ്കിലും ഒരു കസ്റ്റമർ പറഞ്ഞു ഞാൻ എൻ്റെ ഡോക്യുമെൻ്റ് ഇതിലുണ്ട്, ഞാൻ ഒന്ന് കുത്തിക്കോട്ടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്ട്രിക്റ്റ് SOP ആയിട്ട് നിങ്ങൾ സ്റ്റാൻഡേർഡ് ഓപ്പറേഷൻ പോളിസി ആയിട്ട് നിങ്ങളത് വെക്കണം. ഞങ്ങൾ ഔട്ട്സൈഡ് USB ഞങ്ങൾ അലോ ചെയ്യില്ല. അല്ലെങ്കിൽ USB ഞങ്ങളുടെ ഇതിലൊക്കെ ഡിവൈസിൽ നിന്നൊക്കെ റിമൂവ് ചെയ്തിരിക്കുകയാണ്, അങ്ങനെ എന്തെങ്കിലും ഒരു ഒഴിവ് പറഞ്ഞിട്ട് നിങ്ങൾ ആ ഓപ്ഷൻ നോക്കണം. ഒരിക്കലും ഒരു കാരണവശാലും ഒരു എക്സ്റ്റേണൽ USB നിങ്ങൾ കുത്താൻ പാടില്ല. മുമ്പൊക്കെ കോമൺ ആയിട്ട് കണ്ടുവരുന്ന പരിപാടിയായിരുന്നു. ഒരു ഇൻ്റർനെറ്റ് കഫേയിൽ നമ്മൾ കുത്തിയ USB വേറെ ഡിവൈസിൽ കൊണ്ടുവരുമ്പോൾ അതിൽ അവർ നമ്മളുടെ സെക്യൂരിറ്റി സോഫ്റ്റ്വെയർ, ആൻറ്റിവൈറസ് സോഫ്റ്റ്വെയർ അത് പറയും ഇതിൽ ഇതുണ്ട്, വൈറസ് ഉണ്ട്, സ്കാൻ ചെയ്യണമെന്ന്. ചിലത് സ്കാനിങ് ഓവർകം ചെയ്യും, ചിലത് അതിനോടുകൂടി തന്നെ റിമൂവ് ആക്കുകയും ചെയ്യും. വേറൊന്ന് ഇമെയിൽ അറ്റാച്ച്മെൻറ്റ്. ചില അതിൽ കൂടെ നമ്മൾ കാണുന്ന സ്ഥിരം വരുന്നതാണ്. അപ്പോൾ ഏതെങ്കിലും ഒരു കമ്പനിയിലും നമ്മളൊരു സെയിൽസാണെന്നുണ്ടെങ്കിൽ സെയിൽസാണ് ഏറ്റവും വീക്ക് പോയിൻറ്റ്. അപ്പോൾ ഞങ്ങളുടെ ഇതാണ് ഇതിന് റിക്വയർമെൻറ്റ്, ഇതാണ് ഞങ്ങളുടെ മറ്റേ പാക്കിംഗ് ലിസ്റ്റ് എന്നോ അല്ലെങ്കിൽ ഇതൊന്ന് റിക്വയർമെൻ്റ് എന്നോ എന്ന് പറഞ്ഞിട്ട് ഒരു അറ്റാച്ച്മെൻ്റ് ഉണ്ട്. ചിലപ്പോൾ അത് PDF ആയിരിക്കും. മിക്കവാറും സമയത്ത് PDF എന്ന് പറയുന്നൊരു ട്രസ്റ്റബിളാണ്. ആളുകൾക്ക് ഇപ്പോഴും പീപ്പിൾ ബിലീവ് പീപ്പിൾ ലവ് PDF ഇൻവോയ്സോ അല്ലെങ്കിൽ വേർഡ് ഡോക്യുമെൻറ്റോ എക്സൽ ഷീറ്റോ ഇതിലൊക്കെ മാൽവെയർ ഇൻസ്റ്റാൾ ചെയ്യാൻ വളരെ ഈസിയാണ്. വാട്സപ്പ് ആൻഡ് SMS ലിങ്ക്. വാട്സപ്പിലൂടെ അല്ലെങ്കിൽ SMS നമുക്ക് ലിങ്ക് അയച്ചു തരും. ചെക്ക് ദിസ് ഓഫർ ലിങ്ക്സ് ഫ്രം ഇങ്ങനെയുള്ളൊരു അൺനോൺ ആയിട്ടുള്ള ഒരു സോഴ്സിൽ നിന്ന് നമുക്ക് കിട്ടുന്ന ഒരു ലിങ്കുകൾ. ശരി, ഇങ്ങനെയൊക്കെയാണ് മാൽവെയർ നിങ്ങളുടെ ലാപ്ടോപ്പിലോ അല്ലെങ്കിൽ മൊബൈലിലോ വരുന്നതെന്ന് വെക്കുക. വൺസ് ഇൻസൈഡ് എന്തൊക്കെയാണ് അത് ചെയ്യാൻ നോക്കുക. കീ ലോഗർ എന്ന് പറയുമ്പോൾ നമ്മൾ എന്തെല്ലാം കീ ടൈപ്പ് ചെയ്യുന്നു അത് തന്നെ ഓട്ടോമാറ്റിക്കലായിട്ട് റെക്കോർഡ് ചെയ്തിട്ട് അതിൻ്റെ ബാക്ക് എൻഡിലുള്ള ഹാക്കർക്ക് അത് അറിയിച്ചുകൊണ്ടേയിരിക്കും. അതിലവിടെ റെക്കോർഡ് ചെയ്തുകൊണ്ടേയിരിക്കും. ഇൻക്ലൂഡിങ് നിങ്ങൾ പാസ്വേഡ് അടിക്കുന്നതും നിങ്ങളുടെ യൂസർ നെയിമും നിങ്ങൾ ക്ലയൻറ്റിനായിട്ടുള്ള ചാറ്റ് എല്ലാം അത് ലോഗ് ചെയ്തുകൊണ്ടിരിക്കും. രണ്ടാമത്തെ സ്ക്രീൻ ക്യാപ്ചർ. ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഓരോ 30 സെക്കൻഡ്സിനുള്ളിൽ അത് സ്ക്രീൻ ഇങ്ങനെ ഫോട്ടോ എടുത്തുകൊണ്ടിരിക്കും. ഇങ്ങനെ മറ്റേ SMS ഓവർകം ചെയ്യാമെന്ന് പറഞ്ഞിട്ടായിരുന്നില്ലേ, അതിന് മൈക്ക് ആക്ടിവേഷൻ ചെയ്തിട്ട് അവിടെ കേൾക്കുന്ന സൗണ്ട് ബാക്ക് എൻഡിൽ ആ സോഫ്റ്റ്വെയറുമായിട്ട് കണക്ട് ചെയ്തിട്ടുള്ള അല്ലെങ്കിൽ ആ സോഫ്റ്റ്വെയർ ഡിസൈൻ ചെയ്തിട്ടുള്ള ഹാക്കർക്ക് കേൾപ്പിച്ചു കൊടുക്കാൻ കഴിയും. ക്യാമറ ആക്സസ്. നിങ്ങൾ എവിടെയാണോ നിങ്ങളുടെ ഇതുള്ളത് ആ ക്യാമറയിൽ ആ സറൗണ്ടിങ്ങിലുള്ള പിക്ചറുകൾ എടുക്കാനും ഒക്കെ കഴിയും. സ്കാൻ ചെയ്യുമ്പോൾ നിങ്ങളൊരു ഡോക്യുമെൻറ്റ് സ്കാൻ ചെയ്യുമ്പോഴൊക്കെ ആ സ്കാനൊക്കെ കൊണ്ടുപോകാൻ കഴിയും. മെസ്സേജ് റീഡർ. മെസ്സേജുകൾ റീഡ് ചെയ്യാൻ വാട്സപ്പിൽ വന്നത്, ടെലിഗ്രാമിൽ വന്നത്, ഇമെയിൽ വന്നത് എല്ലാ മെസ്സേജസും റീഡ് ചെയ്യാൻ പറ്റും. നിങ്ങളുടെ ലൊക്കേഷൻ ട്രാക്കർ, എവിടെ പോയി എവിടെ വന്നു എന്നുള്ളതൊക്കെ അറിയാൻ പറ്റും.
റിയൽ എവിഡൻസ്. ഞാൻ ഈ പറയുന്നതൊക്കെ ഫിക്ഷനാണ്, ഇതൊന്നും പോസിബിൾ അല്ല എന്ന് നിങ്ങൾ കരുതുന്നത്. ഇതൊക്കെ പല ഈ അടുത്ത് നിങ്ങൾ വായിച്ചതായിരിക്കും, മറ്റേ ഇംഗ്ലീഷ് സിനിമകൾ കാണുന്നുണ്ട്, ഇതൊക്കെ കാണുന്നതായിരിക്കും. ചിലപ്പം റിയാലിറ്റി ഫിക്ഷനേക്കാളിലും ഭീകരമായിരിക്കും അധിക സമയത്ത്. കാരണം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, റിയാലിറ്റി പറയാൻ ഒരു സാഹിത്യകാരനാണെങ്കിലും കലാകാരനാണെങ്കിലും വരെ പേടിക്കണം. അപ്പം നമ്മളെപ്പോലുള്ള സാധാരണക്കാരുടെ കാര്യമാണ്. പക്ഷെ ഇങ്ങനെ ഇത് നമ്മൾ പറയാണ്ട് ഒരു ബിസിനസ് സേഫ്റ്റി എന്നുള്ളൊരു കാര്യം നമുക്ക് പഠിപ്പിക്കാൻ കഴിയില്ല. ഞങ്ങളിത് എന്തുകൊണ്ട് പഠിപ്പിക്കണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇതൊരു പ്രചോദനമാകാനല്ല. ഡിഫൻസ് എന്നുള്ളത് എല്ലാവരുടെയും ആവശ്യമാണ്. ഇങ്ങനെ ഒന്ന് മാർക്കറ്റിലുണ്ട് എന്ന് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ടത് നിങ്ങളുടെ ഒരു കടമയാണ്. നിങ്ങളുടെ അറിവില്ലായ്മ മറ്റൊരാൾക്ക് ഒരു ആയുധമാകരുത്. അതുകൊണ്ട് തന്നെയാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, നിങ്ങളുടെ ഫാമിലി മെമ്പേഴ്സിനും നിങ്ങളുടെ കൊളീഗ്സിനും അല്ലെങ്കിൽ നിങ്ങളുടെ സ്റ്റാഫിനും ഈ വീഡിയോ നിർബന്ധമായിട്ട് നിങ്ങൾ കാണിച്ചു കൊടുക്കണം. എസ്പെഷ്യലി സ്കാം മാനേജ്മെൻറ്റുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ വീഡിയോകളും. ഇനി അഥവാ എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ അതും ചോദിക്കണം. റിയൽ എവിഡൻസ്. പെഗാസസ് സ്പൈവെയർ ഇൻഫെക്റ്റഡ് 50,000 ഫോൺസ് ഗ്ലോബലി. പെഗാസസ് സ്പൈവെയർ എന്നുള്ള ഒരു സോഫ്റ്റ്വെയർ, ഒരു സ്പൈവെയർ, അത് 50,000-ഓളം ഫോണുകൾ ഗ്ലോബലി ഉണ്ടായിരുന്നു, ഇൻക്ലൂഡിങ് ജേർണലിസ്റ്റ്, ലോയേഴ്സ്, ബിസിനസ് എക്സിക്യൂട്ടീവ്സ്, വിത്ത് സീറോ യൂസർ ഇൻട്രാക്ഷൻ റിക്വയർഡ്. യൂസർ ഈ ഞാൻ നേരത്തെ പറഞ്ഞ പെർമിഷൻ ഒന്നുമില്ല. ഈ സാധനം ഇതിൻ്റെ ഉള്ളിൽ കയറി 300+ phones were found compromised. Your business is not immune. നിങ്ങളുടെ ബിസിനസ്സിനും വൾണറബിലിറ്റി ഉണ്ട്. ഇത് നേരത്തെ ഞാൻ പറഞ്ഞൊരു പോയിന്റ് ഉണ്ടല്ലോ, ഞാൻ അത്ര വലിയ ആളല്ല, അറ്റാക്ക് ചെയ്യപ്പെടാൻ, ഹാക്ക് ചെയ്യപ്പെടാൻ മാത്രം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരാളല്ല. ഇതൊരു വീക്ക് പോയിൻ്റാണ്. അതേപോലെ തന്നെ എനിക്ക് ആ സോഫ്റ്റ്വെയർ ഉണ്ട്, ആ സ്പൈവെയർ ഉണ്ട്, ഈ സ്പൈവെയർ ഉണ്ട്, അതുകൊണ്ട് ഞാൻ സേഫാണ് എന്ന് വിശ്വസിക്കുന്നൊരു കോൺഫിഡൻസും രണ്ടും അബദ്ധധാരണയാണ്. ആറാമത്തെ അറ്റാക്ക് പോയിന്റ്, യുവർ ബ്രൗസർ നോസ് യു ബെറ്റർ ദാൻ യു ഡു. ആസ് സിമ്പിൾ ആസ് ദാറ്റ്. നിങ്ങൾ ഏത് തരം ബ്രൗസർ ഉപയോഗിക്കണം, ഇൻ്റർനെറ്റ് എക്സ്പ്ലോറർ, ക്രോം, ഫയർഫോക്സ്, അതും അല്ലെങ്കിൽ ഇപ്പോൾ ഏത് ഫോൺ, നിങ്ങളുടെ ഓരോ ഫോൺ കമ്പനി തന്നെ ഓരോ ബ്രൗസർ ഉണ്ടാക്കുന്നുണ്ട്. എന്താണ് റീസൺ? ബ്രൗസറിനാണ്. നിങ്ങളുടെ ബ്രൗസറിൽ എല്ലാ സാധനവും അതിലുണ്ട്. നിങ്ങളുടെ സെർച്ച് ഹിസ്റ്ററി നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഹിസ്റ്ററി പോയി ഓപ്ഷനിൽ പോയി നോക്കിക്കഴിഞ്ഞാൽ അതിലെല്ലാം കാണുന്നത് നമുക്കെല്ലാവർക്കും അറിയാവുന്നതാണ്. ഈവൺ ഇൻകോഗ്നീറ്റോ മോഡ്. നിങ്ങൾ ചിലർ ഒരു അബദ്ധധാരണ, ഇൻകോഗ്നീറ്റോ മോഡിൽ ഞാൻ ക്രോമിൽ യൂസ് ചെയ്തു, അപ്പോൾ ഇത് ഞാൻ സേഫാണ്. യുവർ ബ്രൗസർ ബിൽഡ്സ് എ ഡീറ്റെയിൽഡ് പ്രൊഫൈൽ. അഡ്വർടൈസേഴ്സ് ആൻഡ് സ്കാമേഴ്സ് ബൈ ഇറ്റ്. ബൈ ഇറ്റ് എന്ന് പറയുന്നതിനേക്കാളിൽ കൂടുതൽ ഇവിടെയാണ് അറ്റാക്കിംഗ് പോയിന്റ്. ഒരു ബ്രൗസർ വൾണറബിൾ അല്ല എന്ന് നമ്മൾക്ക് ഒരിക്കലും പറയാൻ പറ്റില്ല. വൾണറബിൾ അല്ലെങ്കിൽ പിന്നെ എന്തിനാണ് ബ്രൗസർ അപ്ഗ്രേഡ് ചെയ്തുകൊണ്ടേയിരിക്കുന്നത്? അതിൽ അറ്റാക്കബിൾ ആണ് എന്ന് അവർക്ക് തോന്നുന്നത് കൊണ്ടാണല്ലോ, അല്ലെങ്കിൽ അറ്റാക്കിംഗ് ഇൻസിഡൻറ്റ് അവർ ഒബ്സർവ് ചെയ്യുമ്പോഴാണ് അതിൽ കൂടുതൽ അപ്ഡേറ്റ് ചെയ്തുകൊണ്ടേയിരിക്കുന്നത്. ഫീച്ചേഴ്സ് മാത്രമല്ലല്ലോ. ഇപ്പം ചില അപ്ഗ്രേഡിൽ ഫീച്ചേഴ്സ് ഒന്നും ചേഞ്ച് ചെയ്തിട്ടുണ്ടാവില്ല, പക്ഷെ സ്റ്റിൽ അപ്ഗ്രേഡഡ്. ആ ഒരു സെക്യൂരിറ്റി റിസ്ക് കോഡ് ഓവർ റൈറ്റ് ചെയ്യണം. എന്തൊക്കെയാണ് ബ്രൗസർ നോക്കുന്നതെന്ന് നമുക്ക് നോക്കാം. കുക്കീസ്. എവറി സൈറ്റ് യു വിസിറ്റ്, പ്രൊഡക്ട്സ് വ്യൂഡ്, ടൈം സ്പെൻഡ്. ബ്രൗസറിൽ ഒരു തേർഡ് പാർട്ടി കുക്കീസ് ഇൻസ്റ്റാൾ ചെയ്യപ്പെടും വിത്തൗട്ട് നമ്മളുടെ ഒരു പെർമിഷനും കൂടി ഇല്ലാണ്ട്. ബ്രൗസർ ഫിംഗർ പ്രിൻറ്റ്, ഡിവൈസ് മോഡൽ, ഏതാണ് മോഡലാണ്, സ്ക്രീൻ സൈസ്, ഫോണ്ട്, യുണീക്ക് ID, ഇതെല്ലാം നോട്ട് ചെയ്യപ്പെടും. സെർച്ച് ബിഹേവിയർ, ഫിനാൻഷ്യൽ സ്ട്രെസ്, നിങ്ങൾക്ക് ഫിനാൻഷ്യൽ സ്ട്രെസ് ഉണ്ടോ, ഹെൽത്ത് കൺസേൺ, ഇമോഷണൽ സ്റ്റേറ്റ്, ഇതെല്ലാം വാച്ചബിളാണ്. ഓട്ടോഫിൽ ഡാറ്റ, നിങ്ങൾ ഓൾറെഡി അതിൽ ലോഡ് ചെയ്തിരിക്കുന്ന ഡാറ്റ ഉണ്ടല്ലോ, നെയിം, അഡ്രസ്, കാർഡ് നമ്പർ, എവറിത്തിങ്. ഓൺലി CVV മാത്രമല്ല നമ്മൾ ടൈപ്പ് ചെയ്ത് കൊടുക്കുന്നുള്ളൂ. We are trusting browser blindly. Session recording. Many sites record exact mouse movements and clicks. Social login. Login with Google വെച്ചിട്ട് നമ്മൾ കൊടുക്കുന്ന എല്ലാ
ആക്ടിവേറ്റ് ചെയ്യും. സ്വാഭാവികമായിട്ട് ഒരു തേർഡ് പാർട്ടി കുക്കീസ് വെച്ചിട്ട് കിട്ടാവുന്നതേ ഉള്ളൂ. അത് ഹ്യൂമൻലി പോസിബിൾ ആണോ എന്നുള്ളതല്ല, അത് മാത്രമേ ഞാൻ ആൻസർ ചെയ്യുന്നുള്ളൂ. ഐ റെപ്രസെൻറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സെക്യൂരിറ്റി പോലെയാണ് ഞാൻ റെപ്രസെൻറ്റ് ചെയ്യുന്നത്. നമ്മൾ എതിരെ നിൽക്കുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഹാക്കറാണ്, അല്ലെങ്കിൽ ഒരു കൂട്ടം ഹാക്കറിനെയാണ്, ഒരാളെപ്പോലെയാണ് ഞാൻ കൺസിഡർ ചെയ്യുന്നത്. ആരാണ് ഈ ഡാറ്റ വാങ്ങുന്നത്, എന്തിനാണ് വാങ്ങുന്നത്? അഡ്വർടൈസർ. നിങ്ങളുടെ ബിഹേവിയർ ഓൾറെഡി ഒരാൾക്ക് അറിഞ്ഞു കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിനനുസരിച്ചിട്ട് അഡ്വർടൈസ് ചെയ്യാൻ വളരെ ഈസിയാണ്. ഡാറ്റ ബ്രോക്കേഴ്സ്, ഈ ഡാറ്റ തന്നെ വിറ്റ് ജീവിക്കുന്നവർ ഒരുപാട് പേരുണ്ട്. 25 രൂപ പെർ 1000 റെക്കോർഡ്. ഞാൻ നേരത്തെ പറഞ്ഞു കഴിഞ്ഞാൽ റിയൽ എസ്റ്റേറ്റ് ഡാറ്റാബേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പെർ റെക്കോർഡ് ആയിരിക്കും, അല്ലെങ്കിൽ പെർ ഏരിയ ആയിരിക്കും, ഒക്കെ ഇത് അവൈലബിൾ ആണ്. സ്കാമേഴ്സ് ഇത് വൺ ഓഫ് ദ ബയറാണ്. ലോൺ ഷാർക്ക്, ഇത് ഒരു ഇമ്പോർട്ടൻറ്റ് പോയിൻ്റാണ്. നിങ്ങളുടെ ഫിനാൻഷ്യൽ സ്ട്രെസ് ഒരാൾക്ക് അറിഞ്ഞു കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിനനുസരിച്ചുള്ള അഡ്വർടൈസ്മെൻറ്റ് നിങ്ങൾ കാണിക്കാനും ലോൺ ഓഫർ ചെയ്യാനും അതുവഴി നിങ്ങളുടെ സ്വകാര്യ ജീവിതത്തിലേക്ക് കടന്നുകൂടാനും അവർക്ക് വളരെ എളുപ്പമാണ്. നമ്മൾ നേരത്തെ കേട്ടുകൊണ്ടിരുന്നത് തന്നെയാണ് ചൈനീസ് ആപ്പ് എന്ന് പറഞ്ഞിട്ട്. അത് പലതും ചൈനീസ് ആപ്പല്ല, ഓപ്പറേറ്റ് ചെയ്യുന്നതൊക്കെ ഇന്ത്യക്കാർ തന്നെയാണ്. അവർ ചെറിയൊരു പൈസ ലോൺ തന്നിട്ട് ഒരു 10,000 രൂപ ലോൺ തന്നിട്ട് 1 ലക്ഷം അടച്ചാലും കടം തീരില്ല. അടവ് തെറ്റുമ്പോൾ എന്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടത്തുള്ള നമ്മളുടെ ഈ മൊബൈലുള്ള ആളുകൾക്കൊക്കെ ഇയാളൊരു ചീറ്ററാണെന്ന് കൊണ്ട് മെസ്സേജ് അയക്കുക, അല്ലെങ്കിൽ വൾഗറായിട്ടുള്ളൊരു ഫോട്ടോ ഉണ്ടാക്കിയിട്ട് അത് മെസ്സേജ് അയക്കുക. അങ്ങനെ ആളുകളെ ഡിസ്റ്റർബ് ചെയ്യുകയും ദ്രോഹിക്കുകയും ചെയ്യുന്ന ഒരു തരം ഒരു ലോൺ ഷാർക്കുകളുണ്ട്. അങ്ങനെയുള്ളവർ ഇങ്ങനെയുള്ള ഡാറ്റാബേസ് വാങ്ങും. ഫിഷേഴ്സ്, നേരത്തെ പറഞ്ഞ ഫിഷേഴ്സ് ഉണ്ടല്ലോ, അവരും ഈ ഡാറ്റാബേസ് വാങ്ങിക്കും. പേഴ്സണലായിട്ട് അതിനെ അറ്റാക്ക് ചെയ്യുമ്പോൾ പേഴ്സണലൈസ് ചെയ്യാൻ പറ്റും. പേര് വയ്ക്കുക, സ്ഥലപ്പേര് വയ്ക്കുക, ബാങ്ക് അക്കൗണ്ട് ഡീറ്റെയിൽസ് വയ്ക്കുക, അങ്ങനത്തെ പലതും വെച്ചിട്ട് ഈസി ആയിട്ട് ഇത് വയ്ക്കാൻ പറ്റും. എംപ്ലോയേഴ്സ്, ഇത് നിങ്ങൾ വിശ്വസിച്ചാലും ഇല്ലെങ്കിലും ഇത് യാഥാർത്ഥ്യമാണ്. ചില ആളുകളുടെ ഒരു വലിയ കമ്പനികളൊക്കെ ചില ആളുകളുടെ പേഴ്സണൽ ഡീറ്റെയിൽസ്, എക്സ്പെഷ്യലി ഞാൻ ഒരു വലിയൊരു ബാങ്കിലെ ഒരു മാനേജറായിട്ട് ഞാൻ അപ്ലൈ ചെയ്തു. ഇപ്പം നിങ്ങളുടെ പേഴ്സണൽ ഡീറ്റെയിൽസ്, നിങ്ങൾ പേഴ്സണൽ ടൈമിൽ എല്ലാവർക്കും ഒരു മീ ടൈം ഉണ്ടാവുമല്ലോ, അതിലുള്ള ബിഹേവിയർ ട്രസ്റ്റബിൾ ആണോ അല്ലയോ എന്ന് നോക്കാൻ വേണ്ടി വരെ ഇന്നത്തെ കാലത്ത് ബാങ്കേഴ്സ് അല്ലെങ്കിൽ എംപ്ലോയേഴ്സ് ഈ പേഴ്സണൽ ഡീറ്റെയിൽസ് നോക്കുന്നുണ്ട്. അതിനുള്ള ഡാർക്ക് വെബിൽ അതിനുള്ള സംവിധാനമുണ്ട്. ഓക്കെ, നമ്മൾ മിത്ത് ബസ്റ്റഡ്. ഇൻകോഗ്നിറ്റോ മോഡ് ഡസ് നോട്ട് ഹൈഡ് യു ഫ്രം ISP. നേരത്തെ ഞാൻ പറഞ്ഞു, നിങ്ങൾ ഇൻകോഗ്നിറ്റോ മോഡിൽ നിങ്ങൾ കഴിഞ്ഞാൽ അതിൽ വന്നു കഴിഞ്ഞാൽ ഫുള്ള് സെക്യൂറാണ്. ഹിസ്റ്ററി അതിൽ സേവ് ആകുന്നില്ല എന്ന് മാത്രമേ ഉള്ളൂ. ബ്രൗസർ ഹിസ്റ്ററിയിൽ സേവ് ആകുന്നില്ല എന്ന് മാത്രമേ ഉള്ളൂ. നിങ്ങളുടെ ISP, അതായത് ഇൻ്റർനെറ്റ് സർവീസ് പ്രൊവൈഡറിന്ന് നിങ്ങൾ അത് മറച്ചു പിടിക്കുന്നില്ല. നിങ്ങളുടെ അവിടെ എന്ത് ആക്ടിവിറ്റി ചെയ്താലും ഇൻ്റർനെറ്റ് സർവീസ് പ്രൊവൈഡർക്ക് അറിയാവുന്നതാണ്. ഇപ്പോൾ തട്ടമിട്ടാലും തട്ടമിട്ടില്ലെങ്കിലും ഞാൻ ഒരാളാണെന്ന് എല്ലാവർക്കും മനസ്സിലാവുമല്ലോ. അതുപോലെ തന്നെയാണ് തട്ടമിട്ട ഒരാളാണെങ്കിലും തൊപ്പി വെച്ച ഫസീലും തൊപ്പി വയ്ക്കാത്ത ഫസീലും ഒന്ന് തന്നെയല്ലേ. അത് ഇൻ്റർനെറ്റ് സർവീസ് പ്രൊവൈഡർക്ക് അതെല്ലാം അറിയാം. വെബ്സൈറ്റ് ഏതൊക്കെ നിങ്ങൾ ഇൻകോഗ്നിറ്റോ മോഡിൽ വിസിറ്റ് ചെയ്തു, ആ വെബ്സൈറ്റിൻ്റെ ഓണർ നിങ്ങളെപ്പോൾ വിസിറ്റ് ചെയ്തു, ഏത് IP നിന്നാണ് വിസിറ്റ് ചെയ്തത്, എല്ലാം അവർക്ക് അറിയാൻ പറ്റും. എന്തൊക്കെയാണ് ആക്ടിവിറ്റി ചെയ്തത്, എന്ത് പർച്ചേസ് ചെയ്തു, എന്തൊക്കെയാണ് സെർച്ച് ചെയ്തത്, അവർക്ക് അതെല്ലാം അറിയാൻ പറ്റും. ജസ്റ്റ് റിമൂവ് ബ്രൗസർ ഫിംഗർ പ്രിൻറ്റ്. നിങ്ങളുടെ ബ്രൗസറിലുള്ള ഫിംഗർ പ്രിൻറ്റ് എന്തെല്ലാം ബ്രൗസറിന് അറിയാൻ പറ്റും, എന്തൊക്കെ നിങ്ങൾ ആക്ടിവിറ്റി അവിടെ ചെയ്തതെന്ന്. അത് ഹിസ്റ്ററിയിൽ വരുന്നില്ല എന്ന് മാത്രമേ ഉള്ളൂ. വേറൊന്നുകൂടി, ഇത് ഇൻകോഗ്നിറ്റോ മോഡ് നിങ്ങൾ കുക്കീസ് നിങ്ങളെ ട്രാക്ക് ചെയ്യുന്നത് ഒരിക്കലും സ്റ്റോപ്പ് ആവുന്നില്ല. കുക്കീസ് എപ്പോഴും ആക്റ്റീവ് തന്നെയായിരിക്കും. എവിഡൻസ്: യുവർ ഫോൺസ് microphone listen for ad keywords while disputed
Browser-based behavioral targeting is so accurate it feels like it. Meta's ad algorithm predicts purchase intent with 89% accuracy. Meta advertising SDK document. ഇതിൽ മെൻഷൻ ചെയ്ത ഈ മെറ്റ അഡ്വർടൈസിങ് SDK ഡോക്യുമെൻറ്റിൽ മെൻഷൻ ചെയ്ത ഒരു സ്റ്റേറ്റ്മെൻറ്റാണിത്. മെറ്റയ്ക്ക് നമ്മൾക്ക് 89% അറിയാം ആർക്കെല്ലാം എന്തെല്ലാം വേണമെന്ന്. അത് നമ്മളുടെ മൈക്രോഫോൺ ആണെങ്കിലും ക്യാമറ ആണെങ്കിലും നമ്മൾ മറ്റുള്ളവർ സംസാരിക്കുന്നതാണെങ്കിലും കോൾ ഡീറ്റെയിൽസ് ആണെങ്കിലും ഇതൊരു ഉദാഹരണമായിട്ട് പറയാം. അതിൽ കൂടെ മൊത്തത്തിൽ അവരുടെ ഈ അൽഗോരിതം ആണ് ഡിസൈഡ് ചെയ്യുന്ന ആർക്ക് ഏത് അഡ്വർടൈസ്മെൻറ്റ് കാണിക്കണം എന്ന്. ഇനി ഇതിന് മുമ്പുള്ള ക്ലാസ്സിൽ പറഞ്ഞത് തന്നെ ഒന്നും കൂടെ ഞാൻ പറയുകയാണ്. അതിൽ കുറച്ചും കൂടെ ഡീറ്റെയിൽസ് ആഡ് ചെയ്തിട്ടുണ്ടെന്നുള്ളൂ. ഹാക്കേഴ്സിൻ്റെ ചിന്ത, അതായത് ഹാക്കേഴ്സ് സൈക്കോളജി നിങ്ങൾ കാണാത്തവർ അത് പോയി കാണണം. ഹാക്കേഴ്സ് അറ്റാക്ക് ചെയ്യുന്നത് ഫിയർ, ഗ്രീഡ്, അതോറിറ്റി, അർച്ചൻസ് ആൻഡ് ട്രസ്റ്റ്. ഭയം ഉണ്ടാക്കുക, അല്ലെങ്കിൽ ആർത്തി ഉണ്ടാക്കുക, അല്ലെങ്കിൽ അതോറിറ്റി ഒരു പോലീസാണെന്ന് പറഞ്ഞിട്ട് ഭയപ്പെടുത്തിയിട്ട് കീഴ്പ്പെടുത്തുക, അർജൻസി ഉണ്ടാക്കുക, പെട്ടെന്ന് ചെയ്യണം എന്ന് പറഞ്ഞിട്ട്, അല്ലെങ്കിൽ ഒരു ട്രസ്റ്റ് വിൻ ചെയ്യുക നമ്മൾക്ക് ഫസ്റ്റ് തന്നെ. ആ ട്രസ്റ്റിലൂടെ നമ്മളെ കീഴ്പ്പെടുത്തുക എന്നുള്ളതാണ്. അപ്പം ടെക്നിക്കൽ സ്ട്രാറ്റജീസ് എന്തൊക്കെയാണ്? ഇത് ബിസിനസ് ഓണേഴ്സ് നിർബന്ധമായിട്ട് കാണേണ്ടതാണ്. ഫിഷിംഗ് പേജസ് ആണ് ഫേക്ക് ഐഡൻറ്റിക്കൽ വെബ്സൈറ്റ് എന്ന് പറയുന്നത്. ഇത് ഞാൻ കൂടുതലായിട്ട് അടുത്തുള്ള സെക്ഷനിൽ ഞാൻ പറഞ്ഞുതരാം. മാൽവെയർ, ഫേക്ക് ആപ്സ്, ഇത് നമ്മൾ സംസാരിച്ചതാണ്. സിം സ്വാപ്പിംഗ് ഞാൻ അടുത്ത ഒരു സെക്ഷനിൽ ഞാൻ ഇതിനെ പറ്റിയിട്ട് കൂടുതലായിട്ട് ഞാൻ പറഞ്ഞു തരാം. വൈഫൈ ട്രാപ്സ്, ഡാറ്റ ലീക്ക് പർച്ചേസ്, ഇത് ഓരോന്നും നമ്മൾക്ക് വിശദമായിട്ട് പരിശോധിക്കാം. ഞാനൊരു കഥ പറയാം നിങ്ങളുടെ അടുത്ത്. രവി എന്ന് പറഞ്ഞിട്ടുള്ള ഒരാളുടെ കഥ. ഈ ഒരു കഥ ഒരു മിത്താണെന്ന് വരെ നിങ്ങൾ സങ്കല്പിക്കും. റിയൽ ലൈഫിൽ നടന്നോ ഇല്ലയോ എന്നൊന്നും ഞാൻ പറയണില്ല. ഇതൊരു ജസ്റ്റ് ഒരു കഥയാണ്. ഈ കഥാപാത്രത്തിൽ, ഈ കഥയിലെ ഹീറോൻ്റെ പേര് രവി എന്നാണ്. അദ്ദേഹം ഒരു എക്സ്പോർട്ട് ട്രേഡിംഗ് ഫിം നടത്തുന്നു. സൂറത്തിൽ, ഗുജറാത്തിൽ ലീവ് ചെയ്യുന്ന. അദ്ദേഹത്തിൻ്റെ ബാങ്ക് അക്കൗണ്ടിൽ 22 ലക്ഷം രൂപ ബാലൻസ് ഉണ്ട്. അദ്ദേഹം ഐഫോണും മാക്ബുക്ക് ഉപയോഗിക്കുന്നു. സെക്യൂരിറ്റി OTP അയാൾ സെറ്റ് ചെയ്തിട്ടുണ്ട് ബാങ്കിൽ. ഒരു ദിവസം അയാൾക്കൊരു കോൾ വന്നു. സ്കാമർ കോൾ പോസിങ് ആസ് എ ബിസിനസ് പാർട്ട്ണർ. ഗെറ്റ്സ് രവീസ് മൊബൈൽ നമ്പർ, ഡേറ്റ് ഓഫ് ബർത്ത്, ഓപ്പറേറ്റേഴ്സ് നെയിംസ് ആൻഡ് കൺഫർമേഷൻ. രവിയോട് പറയുന്നു, ഞാൻ നിങ്ങളുടെ ബിസിനസ്സിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ താല്പര്യമുണ്ട്, നിങ്ങളൊരു പാർട്ട്ണറിനെ എടുക്കുന്നുണ്ടോ? അല്ലെങ്കിൽ നമ്മൾ ഈ രവി എന്നുള്ള ഒരാൾ ഫേസ്ബുക്കിലോ അല്ലെങ്കിൽ അതുപോലുള്ള സോഷ്യൽ പ്ലാറ്റ്ഫോമിൽ ഇൻവെസ്റ്റേഴ്സ് വാണ്ടഡ് എന്ന് പറഞ്ഞിട്ടൊരു പരസ്യം കൊടുക്കുന്നു. ആൾ വിളിക്കുന്നു, സംസാരിക്കുന്നു, ഇന്നെവിടെ നിന്നാണെന്ന് പറയുന്നു. നിങ്ങളുടെ ബാങ്ക് ഡീറ്റെയിൽസ്, 6 മാസത്തെ ബാങ്ക് ഡീറ്റെയിൽസ് ചോദിച്ചു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ട് കൊടുക്കും. ഒരു ഇൻവെസ്റ്ററല്ല. പിന്നെ ID കോപ്പി, പിന്നെ വേറെന്താണ്, ലൈസൻസ്, അതുപോലുള്ള കമ്പനി ഡോക്യുമെൻറ്റ്സ്, GST ഡീറ്റെയിൽസ് എല്ലാം അയാൾ വാങ്ങിക്കുന്നു. അന്നേ ദിവസം ഫോൺ കട്ട് ചെയ്യുന്നു. പിന്നീടൊരു ദിവസം ഒരു ഫിഷിംഗ് കോൾ വരുന്നു. ഇത് ഞാൻ ജസ്റ്റ് നെയിം ചെയ്തുകൊണ്ടാണ്. നിങ്ങൾക്കൊരു സാധാരണ കോൾ വന്നു എന്ന് തന്നെ വിശ്വസിക്കണം. ഞാനിത് എയർടെൽ എക്സിക്യൂട്ടീവ് എന്നാണ് വിളിക്കുന്നത്. നിങ്ങൾക്ക് ഫ്രീ ആയിട്ടൊരു അപ്ഗ്രേഡ് ഉണ്ട്. ലാസ്റ്റ് 4 ഡിജിറ്റ് ഓഫ് ആധാർ കാർഡ് പറയുക ബൈ ആസ്കിങ് സെക്യൂരിറ്റി ക്വസ്റ്റ്യൻ. അത് ചോദിക്കുന്നു. അത് ആ ദിവസം കടന്നുപോയി. പിന്നെ സിംസ് ആപ്പ് റിക്വസ്റ്റ്, ഇത് മിത്താണെന്ന് നിങ്ങൾ കരുതും, പക്ഷെ ഇതൊക്കെ നമ്മളുടെ ഇന്ത്യയിൽ നടന്നതാണ്. ഈ സ്കാമർ ഈ പറഞ്ഞ ID കോപ്പിയോടുകൂടി ഒരു മൊബൈൽ പ്രൊവൈഡറിൻ്റെ സിം കാർഡ് പ്രൊവൈഡറിൻ്റെ, അല്ലെങ്കിൽ എയർടെല്ലോ റിലയൻസോ അല്ലെങ്കിൽ അതുപോലുള്ള BSNL ആയിട്ടുള്ള ഓഫീസിൽ ചെല്ലുന്നു. എൻ്റെ സിമ്മ് കളഞ്ഞുപോയി, എനിക്കൊരു പുതിയ സിമ്മ് വേണമെന്ന് പറഞ്ഞിട്ട് എടുക്കുന്നു. സിംസ് ആപ്പ് ഇങ്ങനെ തന്നെയാണോ നടക്കുന്നത് എന്നുള്ളത് എനിക്ക് ഉറപ്പില്ല. കാരണം ഇപ്പോഴും പോലീസിനും പലപ്പോഴും ഡൗട്ടുണ്ട്. സ്റ്റിൽ ഡാർക്ക് വെബിൽ ഇതുപോലുള്ള സർവീസസ് ചെയ്തു കൊടുക്കുന്നവരുണ്ട്. അപ്പോൾ പിറ്റേന്ന് ദിവസം രവിൻ്റെ
ഇവിടെ എപ്പോഴാണോ ഡ്യൂപ്ലിക്കേറ്റ് സിമ്മ് ഇഷ്യൂ ആയത് ആ തൊട്ടടുത്ത മൂമെൻറ്റിൽ രവിൻ്റെ സിമ്മ് നിലച്ചു. രവിൻ്റെ സിമ്മ് വർക്ക് ചെയ്യുന്നില്ല. രവീസ് ഫോൺ ഷോസ് നോ സർവീസ് ആസ് ടവർ ഇഷ്യൂ അല്ലെങ്കിൽ വേറെന്തെങ്കിലും കാരണമാണെന്ന് രവി ഇങ്ങനെ വിശ്വസിച്ചുകൊണ്ടിരിക്കുന്നു. തൊട്ടടുത്ത അവറിൽ ബാങ്കിൽ നിന്ന് പണം പോവുകയാണ്. ബാങ്കിൽ പണം റിക്വസ്റ്റ് ചെയ്തു, OTP വന്നു, പണം ഫുള്ള് വിഡ്രോൺ ആയി. 22 ലക്ഷവും പോയി. 19 transaction over 2 hours, multiple transfer to mule accounts, UPI, NEFT and RTGS all used. ഡിഫറെൻറ്റ് ആയിട്ടുള്ള ചിലപ്പോൾ ഫണ്ട് ബാങ്കിലേക്കായിരിക്കും ട്രാൻസ്ഫർ ചെയ്തിട്ടുണ്ടാവുന്നത്. ഇപ്പോഴും ബാങ്കിങ് സിസ്റ്റം എന്ന് പറയുന്നത് അത്ര സ്ട്രോങ് ഒന്നുമല്ല. ആ സ്ട്രോങ് അല്ലാത്തത് കൊണ്ട് തന്നെയാണ് ഇപ്പോഴും ആളുകൾ ഇവിടെ സ്കാമർമാർ അല്ലെങ്കിൽ ഹാക്കർമാർ വിലസുന്നത്. സ്കാമർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഒരിക്കലും കരുതരുത് അത് ഒരാളാണെന്ന്. നിങ്ങളെ വിളിക്കുന്നത് മാത്രമല്ല, ഇറ്റ്സ് ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ. നിങ്ങൾക്ക് ഇപ്പോഴും യൂട്യൂബിൽ നിങ്ങൾക്ക് നോക്കിയാൽ അറിയാൻ പറ്റും. ഒരു ഫുള്ളൊരു ബിൽഡിങ്ങിൽ തന്നെ മൊത്തം ഇരുന്നിട്ട് ഓരോരോ ഏരിയ മാത്രം ചെക്ക് ചെയ്തിട്ട് ഒരു ഗ്രൂപ്പ് വർക്കായിട്ട് ആളുകളെ പറ്റിച്ച് ജീവിക്കുന്നവർ. അവർക്ക് എത്തിക്കൽ ഇഷ്യൂസ് ഇല്ല, അതാണ് മെയിൻ പ്രശ്നം. മോർ ഓവർ എത്തിക്കൽ ഇഷ്യൂ ഇല്ലാത്തവർക്ക് ഏതറ്റം വരെയും പോകാൻ പറ്റും. ഇത് എങ്ങനെ നമുക്ക് പ്രിവെൻറ്റ് ചെയ്യാം? നിങ്ങളുടെ സിം കാർഡിൽ ഒരു സിം ലോക്ക് ഇൻസ്റ്റാൾ ചെയ്യണം. അത് ഓപ്പറേറ്റർ ചെയ്തു തരും. സെറ്റ് കോൾ ബാക്ക് വെരിഫിക്കേഷൻ വിത്ത് യുവർ ബാങ്ക്. വലിയ ട്രാൻസാക്ഷൻ ഉണ്ടെങ്കിൽ അപ്പോൾ തന്നെ കോൾ ബാക്ക് ചെയ്ത് വെരിഫിക്കേഷൻ ചെയ്യാൻ. ഇപ്പം ഞാനൊരു റീസെൻ്റ്ലി ഒരു വലിയ ഫണ്ട് ട്രാൻസ്ഫർ ചെയ്തപ്പോൾ ഞാൻ അത് സെറ്റ് ചെയ്തുകൊണ്ട് എനിക്ക് കോൾ ബാക്ക് വന്നു. അത് ചോദിച്ചു, അത് ആക്സെപ്റ്റ് ചെയ്യണം, നിങ്ങൾ തന്നെ ചെയ്താണോ അല്ലയോ എന്ന് ചോദിച്ചു. ആണെങ്കിൽ യെസ് പ്രസ് 1, ഫണ്ട് ട്രാൻസ്ഫർ ആയി. ഇല്ലേ ഫണ്ട് ഇതായി. വലിയ ട്രാൻസ്ഫർ, അതായത് വലിയ ട്രാൻസ്ഫർ എന്ന് നിങ്ങൾ മറക്കുന്നത് ഒരു 25,000 30,000 50,000 അല്ലെങ്കിൽ ഈവൺ 1 lakh നിങ്ങൾ ഉദ്ദേശിക്കുന്ന ഒരു എമൗണ്ട്. ആ എമൗണ്ടിന് ഒരു സെറ്റ് ലിമിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ കോൾ ബാക്ക് നിങ്ങൾ നിർബന്ധമായിട്ട് സെറ്റ് ചെയ്യണം. ഇനി നിങ്ങളുടെ ബാങ്ക് അത് പ്രൊവൈഡ് ചെയ്യുന്നില്ലെങ്കിൽ വളരെ ഇമ്മീഡിയറ്റ് ആയിട്ട് ആ ബാങ്കിനെ നിങ്ങൾ ആയിട്ടുള്ള എല്ലാ ബന്ധങ്ങളും നിങ്ങൾ സ്റ്റോപ്പ് ചെയ്യണം. നോ സിം ഷുഡ് ബി ഇഷ്യൂഡ് വിത്തൗട്ട് ഇൻ പേഴ്സൺ. ഇപ്പോൾ അധികം സപ്ലയർക്ക് ഇത് പണ്ടുള്ളൊരു ഇഷ്യൂ ആയിരുന്നു ഈ സിം സ്വാപ്പിംഗ് എന്ന് പറഞ്ഞിട്ട്. ഇപ്പോഴും ഉണ്ട്. അതെങ്ങനെയാണെന്നുള്ളത് എനിക്കും വലിയ ധാരണയില്ല. അത് ഫിംഗർ പ്രിൻറ്റോട് കൂടിയിട്ട് ഡ്യൂപ്ലിക്കേറ്റ് സിം കിട്ടുള്ളൂ എന്ന് നിയമമുണ്ട്. അത് എല്ലാവരും ഫോളോ ചെയ്യുന്നുണ്ടോ എന്നുള്ളത് എനിക്കറിയില്ല. Your business protection framework. 5 layers of defense that make your business exponentially harder to attack. നമ്മൾ സ്വയം അവെയർ ആവുക എന്നുള്ളത് മാത്രമല്ല, നമ്മൾ എന്തെല്ലാം ചെയ്യണോ അതിനെതിരെ. ഇപ്പോൾ കള്ളം വരുന്നുണ്ട്. അപ്പോൾ കള്ളം വരുന്നുണ്ടെങ്കിൽ പോലീസിനെ വിളിക്കണോ, സെക്യൂരിറ്റിക്ക് എന്തൊക്കെ നിർദ്ദേശം കൊടുക്കേണ്ടത്, ഗേറ്റ് അടയ്ക്കണോ എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനുള്ള ഒരു പ്രൊസീജിയർ ഉണ്ടല്ലോ, അത് നമ്മൾ ചെയ്യുക എന്നുള്ളത് നമ്മളുടെ ബാധ്യതയാണ്. അല്ലെങ്കിൽ ഒരു കള്ളൻ എപ്പോഴാണെങ്കിലും വരാമെന്ന് പറയുമ്പോൾ പോലീസ് എപ്പോഴും വന്ന് നിൽക്കണമെന്നുമില്ല. അപ്പോൾ സെക്യൂരിറ്റി ആണെങ്കിൽ സെക്യൂരിറ്റി അവരെന്തെല്ലാം അവരുടെ ഗൈഡ് ലൈൻസ് കൊടുക്കുക എന്നുള്ള ഒരു ബാധ്യത നിങ്ങൾക്കുണ്ട്. അതെന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഡിവൈസ് ഹൈജീൻ. ഓഡിറ്റ് ഓൾ ആപ്സ്, പെർമിഷൻ മന്ത്ലി റിവോക്ക് നെസസറി. നിങ്ങളൊരു പുതിയൊരു ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യുകയാണെങ്കിൽ എന്തെല്ലാം പെർമിഷൻ അതിന് കൊടുക്കുന്നുണ്ട് നിങ്ങൾ നോക്കണം. അത് കൂടാതെ നിങ്ങൾ എല്ലാ മാസവും നിങ്ങൾ അതിൽ ഇൻസ്റ്റാൾ ചെയ്ത ആപ്പിന് എന്തെല്ലാം പെർമിഷൻ ഉണ്ട് നോക്കണം. ആവശ്യമില്ലാത്ത ഏതെങ്കിലും ആപ്പുകൾ ഉണ്ടെങ്കിൽ നിങ്ങൾ അപ്പോൾ തന്നെ അത് ഇൻസ്റ്റാൾ ചെയ്യണം. നിങ്ങൾ ഉപയോഗിക്കാത്ത ഏതെങ്കിലും ഒരു പ്രീവിയസ് ഒരു ആവശ്യത്തിന് വേണ്ടി മാത്രം ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ടെങ്കിൽ വൺ ടൈം ആവശ്യത്തിന് വേണ്ടി ഉപയോഗിച്ചത് അപ്പോൾ തന്നെ നിങ്ങൾ റിമൂവ് ചെയ്ത് കളയണം. ഓൺലി ഇൻസ്റ്റാൾ ആപ്പ് ഫ്രം ഒഫീഷ്യൽ സ്റ്റോർ. പ്ലേ സ്റ്റോറിൽ നിന്നും ആപ്പ് സ്റ്റോറിൽ നിന്നും മാത്രമേ നിങ്ങൾ, ഒരു ഉദാഹരണം പറഞ്ഞു, അതിൽ മാത്രമേ നിങ്ങൾ ഇൻസ്റ്റാൾ ചെയ്യാവൂ. അതിനർത്ഥം പ്ലേ സ്റ്റോർ കംപ്ലീറ്റ്ലി സേഫ് ആണെന്നല്ല, അത് മോണിറ്റേർഡ് ആണ്. കീപ്പ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം ആൻഡ് ആപ്സ് അപ്ഡേറ്റഡ്. നിങ്ങളുടെ ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഏതാണെങ്കിലും അത് അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കുക. എനേബിൾ ഓട്ടോ ലോക്ക് ചെയ്തുകൊണ്ടിരിക്കുക. ഒരു 30 സെക്കൻഡ് ഓൺ ഓൾ ഡിവൈസ്. ആക്ടിവിറ്റി ഇല്ലാത്ത സമയത്തും ഓട്ടോ ലോക്ക് ചെയ്ത് തരുന്നത് ഒരു 30 സെക്കൻഡ് ഒരു ഇതാണ്. നെറ്റ്വർക്ക് സേഫ്റ്റി. നെവർ യൂസ് പബ്ലിക് വൈഫൈ. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഒരിക്കലും പബ്ലിക് വൈഫൈ ഉപയോഗിക്കരുത്.
VPN ഉപയോഗിക്കുക, എൻക്രിപ്ഷൻ ഉപയോഗിക്കുക, ക്രിയേറ്റ് സെപ്പറേറ്റ് ഗസ്റ്റ് നെറ്റ്വർക്ക് ഫോർ വിസിറ്റേഴ്സ്. ഇത് ഒരു ബിസിനസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നിങ്ങളൊരു ബിസിനസ് ഓണറാണ്. നിങ്ങളുടെ അടുത്തേക്ക് വന്നിട്ട് ഒരാൾ വൈഫൈ പാസ്വേഡ് തരുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, എസ്പെഷ്യലി കസ്റ്റമർ ആണെങ്കിൽ കൊടുക്കരുത്. അത് ഒരു സ്ട്രിക്റ്റ് പോളിസി ആയിട്ട് നിങ്ങൾ വെക്കണം. ഇനി അഥവാ നിങ്ങൾക്ക് കൊടുക്കണമെന്നുണ്ടെങ്കിൽ ഗസ്റ്റിന് വേണ്ടിയിട്ട്, കസ്റ്റമർക്ക് വേണ്ടിയിട്ട് നിങ്ങൾ വേറൊരു വൈഫൈ നിങ്ങൾ റൗട്ട് ചെയ്യുക. വേറൊരു വൈഫൈ നിങ്ങൾ ഒരു കണക്ഷൻ എടുത്തിട്ട്, ഒരു മൊബൈൽ ഡിവൈസ് ആണെങ്കിലും മതിയല്ലോ, അത് കൊടുത്തിട്ട് അതിലേക്ക് ഒരിക്കലും മെയിൻ ഇൻ്റർനെറ്റ് റൗട്ടറുമായിട്ട് ഒരിക്കലും ഒരു പുറത്തുനിന്ന് വന്ന ഒരാൾ ഒരു ആക്സസ് നിങ്ങൾ ഒരിക്കലും കൊടുക്കരുത്. അക്കൗണ്ട് സെക്യൂരിറ്റി, യൂസ് യുണീക്ക് പാസ്വേഡ്. അപ്പോൾ യുണീക്ക് പാസ്വേഡ് ഉണ്ടാക്കുക. ഏറ്റവും കൂടുതൽ ക്യാരക്ടേഴ്സ് വരുന്ന കോമ്പിനേഷൻ ഓഫ് നമ്പർ, എന്താണ് ക്യാപിറ്റൽ ലെറ്റർ, സ്മോൾ ലെറ്റർ, ക്യാരക്ടേഴ്സൊക്കെ വരുന്നു. അത്രയും കൂടുതൽ സെക്യൂർഡാണ്. എനേബിൾ ഹാർഡ്വെയർ 2FA, നോട്ട് SMS OTP. ഒരു പാസ്വേഡ് വീണ്ടും റീയൂസ് ചെയ്യരുത്. ഒരു പാസ്വേഡ് ഒരു സമയത്ത് നിങ്ങളുടെ ഗൂഗിൾ ആണെങ്കിലും അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും പ്രൊവൈഡർ ആണെങ്കിൽ അത് വീണ്ടും ഉണ്ടാക്കാൻ പറയുന്നത്. ഒരു വട്ടം യൂസ് ചെയ്ത പാസ്വേഡ് തിരിച്ച് വീണ്ടും യൂസ് ചെയ്യരുത്. കഴിയുന്നതും 3 മുതൽ 6 മാസത്തിലിടയ്ക്ക് ഒരിക്കലെങ്കിലും നിങ്ങളുടെ പാസ്വേഡ് നിങ്ങൾ റീസെറ്റ് ചെയ്യണം. കഴിഞ്ഞ ആക്റ്റീവ് സെഷനുകൾ എപ്പോഴും നമ്മൾ നോക്കിക്കൊണ്ടിരിക്കണം. ഇടയ്ക്കൊന്ന് വല്ലപ്പോഴും ബ്രൗസർ ഹിസ്റ്ററി നോക്കിയിട്ട് നമ്മൾ നോക്കാത്ത ഏതെങ്കിലും പേജ് അതിൽ ഓപ്പൺ ആയിട്ടുണ്ടോ എന്ന് നോക്കുന്നത് വളരെ നല്ലതായിരിക്കും. ബിസിനസ് പ്രോസസ് സ്റ്റെപ്പ് നമ്പർ 4, ഒരു കാരണവശാലും വെർബൽ കമ്മ്യൂണിക്കേഷൻ വഴി ഒരു പേയ്മെൻറ്റും റിലീസ് ചെയ്യാൻ പാടില്ല. അത് പർച്ചേസ് ആണെങ്കിലും അത് വേറെ എന്തെങ്കിലും തരത്തിലുള്ള ബിസിനസ് ഒരു റിട്ടൺ കമ്മ്യൂണിക്കേഷൻ ഇല്ലാണ്ട് ഇതുണ്ടാവുക. 2% ഓതറൈസേഷൻ, 2 പേര് ഓതറൈസ് ചെയ്യണം. ആദ്യം ഒരാൾ ചെക്ക് ചെയ്തിട്ട് ഓക്കെ എന്ന് പറഞ്ഞ് രണ്ടാമത്തെ ഒരാൾ ചെക്ക് ചെയ്തിട്ട് വേണം അത് ഫൈനൽ ഫണ്ട് ട്രാൻസ്ഫറിലേക്ക് പോകാൻ പറ്റുള്ളൂ. റിട്ടേൺ പോളിസി, OTP നെവർ ഷെയർഡ് വിത്ത് എനിവൺ. നിങ്ങളുടെ കമ്പനിയിൽ ഒരു റിട്ടേൺ പോളിസി ഉണ്ടാക്കണം. നിങ്ങളുടെ ഫിനാൻഷ്യൽ ഡിപ്പാർട്ട്മെൻറ്റിനോ അല്ലെങ്കിൽ അതുപോലുള്ള ഏതൊരു ഡിപ്പാർട്ട്മെൻറ്റിനോ ഒരു കാരണവശാലും OTP ഒരാൾക്കും ഷെയർ ചെയ്യില്ല. റെഗുലർ സ്റ്റാഫ് ട്രെയിനിങ് ഓൺ കറണ്ട് സ്കാംസ്. ഇതേപോലെ ഞാൻ ഇപ്പോഴത്തെ ഒരു ട്രെൻഡ് അനുസരിച്ച് ഇതുവരെയുള്ള ഒരു നോളജ് വെച്ചിട്ടാണ് ഈ ഒരു പ്രോഗ്രാം ഉണ്ടാക്കി. ഈ ട്രെയിനിങ് പ്രോഗ്രാം ചിലപ്പോൾ നിങ്ങൾക്ക് വീണ്ടും അപ്ഗ്രേഡ് ചെയ്തുകൊണ്ടേയിരിക്കണം. കഴിയുകയാണെങ്കിൽ നിങ്ങൾക്ക് ഈ വീഡിയോ തന്നെ കാണിച്ചു കൊടുക്കണം, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും വീഡിയോ വേറെ ഏതെങ്കിലും ഒരു ഇൻ്റർനെറ്റ് സർവീസ് എക്സ്പേർട്ടിൻ്റെ അടുത്ത് നിങ്ങൾ കാണിക്കുന്നത് നല്ലതായിരിക്കും. ഇൻസിഡൻ്റ് ഉണ്ടെങ്കിൽ ഇങ്ങനെ ഒരു നിങ്ങളെ പോട്ടെ എല്ലാം കഴിഞ്ഞ് ഇതെല്ലാം നമ്മൾ ചെയ്തെങ്കിലും ഒരു പക്ഷേ നമ്മൾ ചതിക്കപ്പെടാം. നമ്മളുടെ സിസ്റ്റം ഹാക്ക് ചെയ്ത് നമ്മളുടെ അടുത്ത് പണം കൊണ്ടുപോയി എന്ന് വരും. നമ്മൾ ഒരു മിസ്റ്റേക്ക് ഇല്ലാണ്ട് പോലും. ആദ്യം ചെയ്യേണ്ടത് സൈബർ ക്രൈം ഹെൽപ്പ് ലൈനിൽ വിളിക്കുക. 1930 വിളിക്കുക. 24/7 അവൈലബിൾ ആണ്. അതല്ലെങ്കിൽ അതിനോടൊപ്പം തന്നെ അതല്ലെങ്കിൽ cybercrime.gov.in പോയിട്ട് അത് റിപ്പോർട്ട് ചെയ്യുക. ഇൻസിഡൻറ്റ് റിപ്പോർട്ട് ചെയ്യുക വിത്ത് എവിഡൻസ്. സിമ്മ് നമ്മളുടെ അടുത്തുണ്ടായിട്ടും വേറൊരാൾ നമ്മളുടെ ഡീറ്റെയിൽസ് യൂസ് ചെയ്തു എന്ന് നമുക്ക് തോന്നുന്നു, അല്ലെങ്കിൽ ബാങ്ക് ഡീറ്റെയിൽസ് യൂസ് ചെയ്തു എന്ന് നമുക്ക് തോന്നുകയാണെങ്കിൽ, അല്ലെങ്കിൽ ഉറപ്പായി കഴിഞ്ഞാൽ ചിലപ്പോൾ മെസ്സേജ് വരുമ്പോഴായിരിക്കുമല്ലോ അറിയുന്നത്. ഉടനെ തന്നെ അടുത്ത് ഈ സൈബർ ക്രൈമിൽ റിപ്പോർട്ട് ചെയ്തതിന് ശേഷം ഉടനെ തന്നെ ചെയ്യേണ്ടത് സിമ്മ് നമ്മുടെ സർവീസ് പ്രൊവൈഡറിനടുത്ത് വിളിച്ചിട്ട് അത് ബ്ലോക്ക് ചെയ്യാൻ പറയണം. കീപ്പ് ഓഫ്ലൈൻ ബാക്കപ്പ് ഓഫ് ക്രിട്ടിക്കൽ ബിസിനസ് ഡാറ്റ മന്ത്ലി. നമ്മളുടെ ക്രിട്ടിക്കലായിട്ടുള്ള ബിസിനസ് ഡാറ്റ, ലൈസൻസ് കോപ്പി അല്ലെങ്കിൽ വേറെ ഏതെങ്കിലുമൊക്കെ സ്കാൻ കോപ്പി അങ്ങനത്തുള്ള, അല്ലെങ്കിൽ ക്രെഡിറ്റ് ലിസ്റ്റ് അങ്ങനത്തുള്ള പല ഡാറ്റകളുണ്ടാവുമല്ലോ. അതെല്ലാം നിങ്ങൾ മന്ത്ലി എങ്കിലും ഡാറ്റാബേസ് ബാക്കപ്പ് എടുക്കണം. വേറൊരു ഡിവൈസിലോ CD-യിലോ USB-യിലോ അല്ലെങ്കിൽ എങ്ങനെ വേറെ ഏതെങ്കിലും ഒരു മോഡിൽ നിങ്ങളത് സ്റ്റോർ ചെയ്യുന്നത് നന്നായിരിക്കും. മൈൻഡ് സെറ്റ് ഷിഫ്റ്റ്. യുവർ ഫോൺ ഈസ് എ പ്രൈവറ്റ് ഓൺലി അണ്ടിൽ ഇറ്റ് കണക്ട്സ് ടു ദ ഇൻ്റർനെറ്റ്.
നിങ്ങളുടെ ഫോൺ ഇൻ്റർനെറ്റിൽ കണക്ട് ചെയ്യുന്നത് വരെ ഒരു പ്രൈവറ്റ് ഡിവൈസ് ആകുന്നുള്ളൂ. ഇൻ്റർനെറ്റ് കണക്ഷൻ വന്നതോടുകൂടി ഈസ് എ പൊട്ടൻഷ്യൽ എക്സ്പോഷർ. അത് ഇൻ്റർനെറ്റ് വേൾഡിൽ നമ്മൾ എങ്ങനെയാണോ പുറത്ത് ഒരു ലോകത്ത് നമ്മൾ ഇതാവുന്നതും, അപ്പോൾ ആ ലോകത്തിൽ ഇതാകുമ്പോൾ നമ്മൾ സഞ്ചരിക്കുന്നത് മറ്റുള്ള ആളുകൾ സർവൈലൻസ് ചെയ്യാനതല്ലേ. അതുപോലെ തന്നെ നിങ്ങളുടെ മൊബൈൽ ഡിവൈസ് എക്സ്പോസ്ഡ് ആണ്. അപ്പോൾ അല്ലെങ്കിൽ ഒരു പൊട്ടൻഷ്യൽ എക്സ്പോഷറിന് ചാൻസ് ഉണ്ട്. ട്രീറ്റ് ഡിജിറ്റൽ സെക്യൂരിറ്റി ലൈക്ക് ഫിസിക്കൽ സെക്യൂരിറ്റി. ഡിജിറ്റൽ സെക്യൂരിറ്റിക്ക് വേണ്ടിയിട്ട് ഇൻവെസ്റ്റ് ചെയ്യുന്നത് ഒരു വേസ്റ്റ് ആണെന്ന് ഒരിക്കലും കരുതരുത്. അത് അങ്ങനെയുള്ള ഡിജിറ്റൽ സെക്യൂരിറ്റിക്ക് വേണ്ടിയിട്ടുള്ള ഒരു കാരണവശാലും പൈറേറ്റഡ് സോഫ്റ്റ്വെയർ നിങ്ങൾ ടോറൻറ്റിൽ നിന്നോ അല്ലെങ്കിൽ അതുപോലുള്ള വെബ്സൈറ്റുകളിൽ നിന്നോ നിങ്ങൾ ഡൗൺലോഡ് ചെയ്യരുത്. ലോക്ക്, ചെക്ക് ആൻഡ് ഓഡിറ്റ് റെഗുലർലി. നിങ്ങളെപ്പോഴും നിങ്ങളുടെ ഡിവൈസ് ചെക്ക് ചെയ്യണം. സേഫ്, പവർഫുൾ എക്സസൈസ് ദാറ്റ് ക്രിയേറ്റ് ജെന്യുവിൻ ആം മൂവ്മെൻറ്റ് വിത്തൗട്ട് എനി ഹാക്കിംഗ് ടൂൾ. ഇത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ പറഞ്ഞിട്ട് കാര്യമില്ല. പെർമിഷൻ ഓഡിറ്റ്. ഇപ്പം നിങ്ങളുടെ എംപ്ലോയീസിൻ്റെ അടുത്തോ സ്റ്റുഡൻസിൻ്റെ അടുത്തോ അല്ലെങ്കിൽ വേറൊരു ആളുടെ അടുത്തോ ആപ്പ് ഓപ്പൺ ചെയ്യുക, അവിടുത്തെ ലൊക്കേഷൻ ആക്സസ് ചെയ്തതിനൊക്കെ കൊടുത്തിരിക്കുന്നത് എന്നുള്ളത് നിങ്ങൾ ചെക്ക് ചെയ്യണം. സ്പോട്ട് ദ ഫേക്ക് വെബ്സൈറ്റ്. ഒരു ഉദാഹരണത്തിന് HDFC നെറ്റ് ബാങ്കിങ് സെക്യൂർ വേഴ്സസ് HDFCbank.com, അല്ലെങ്കിൽ ഇതുപോലെ AmazonDealsIndia.com. ഇതായിരിക്കും ഒറിജിനൽ വെബ്സൈറ്റ്. ഈ കാണുന്നത് ഫേക്ക് വെബ്സൈറ്റാണ്. ഇത് ഷോ SSL സർട്ടിഫിക്കറ്റ് ഡീറ്റെയിൽസ്. ഉദാഹരണത്തിന് ഞാൻ എൻ്റെ വെബ്സൈറ്റ് നോക്കാം. ഇത് എൻ്റെ വെബ്സൈറ്റാണ്. ഇതിൽ ക്ലിക്ക് ചെയ്യാം. ഇവിടെ കണക്ഷൻ ഈസ് സെക്യൂർ എന്ന് കാണുന്നില്ല, ഇവിടെ ക്ലിക്ക് ചെയ്യാം. സർട്ടിഫിക്കറ്റ് ഈസ് വാലിഡ് എന്ന് വരുന്നുണ്ട്. ഇതിനർത്ഥം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ വെബ്സൈറ്റ് സേഫാണ്. ഇനി ഒരു 1 സ്റ്റെപ്പ് അഗെയിൻ ഇത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ആരാണ്, എന്താണ്, അവിടേക്കാണ് ഇത് കൊടുത്തത്, എപ്പോഴാണ് ഈ വെബ്സൈറ്റ് റിലീവ് ആയത്, ഇതൊക്കെ നിങ്ങൾക്ക് അവിടെ കാണാൻ പറ്റും. കൂടുതൽ ഡീറ്റെയിൽസ് ഇവിടെയും കാണാൻ പറ്റും. ഇതും അല്ലെങ്കിൽ ഹൂ ഈസ് ഡാറ്റ എന്ന് പറയും. ഒരു മിനിറ്റ്, ഇതല്ല അയാൾ ദിസ് ഈസ് ദ ആക്ച്വൽ വെബ്സൈറ്റ്. ഇപ്പോൾ ഉദാഹരണത്തിന് ഞാനിവിടെ എൻ്റെ വെബ്സൈറ്റ് തന്നെ കൊടുക്കണം, വേറെ ആരുടെയും എക്സ്പോസ്ഡ് ആവാണ്ടിരിക്കാൻ വേണ്ടിയിട്ട്. ഓക്കെ, നൗ എൻ്റെ ഡൊമൈൻ ഇൻഫർമേഷൻ. നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു പെർട്ടിക്കുലർ മൂവ്മെൻറ്റിൽ ഒരു ഡൗട്ട് വരികയാണ്, ഇത് ആക്ച്വൽ വെബ്സൈറ്റ് ആണോ ഒറിജിനൽ കമ്പനിയുടെ വെബ്സൈറ്റ് ആണോ എന്ന് നിങ്ങൾക്ക് ഡൗട്ട് വരികയാണെന്നുണ്ടെങ്കിൽ ഈ വെബ്സൈറ്റ് ഇവിടെ വന്നിട്ട് whois.com വന്നിട്ട് ഫസ്റ്റ് കണ്ടില്ല ഞാൻ ഗൂഗിൾ സെർച്ചിൽ ഫസ്റ്റ് വരുന്ന റിസൾട്ട് എപ്പോഴും ആക്ച്വൽ ആവണമെന്ന് വരുന്നില്ല. ചിലപ്പോൾ ഡ്യൂപ്ലിക്കേറ്റിനും വിത്ത് ലൈക്ക് ലിങ്ക് ഫാമിങ് ആൻഡ് ഓൾ അത് ഫസ്റ്റ് പേജിൽ ഫസ്റ്റ് റിസൾട്ടായിട്ട് വരുന്നുള്ളൂ. ഇത് തന്നെ നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കുക, whois.com എന്ന് പറഞ്ഞിട്ട്. ഇതിൽ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ എക്സ്പയർസ് ഓൺ വെൻ, ഇപ്പോഴാണ് ഇത് എക്സ്പയർ ആവുന്നത്, അപ്ഡേറ്റഡ് ഓൺ വെൻ, അല്ലെങ്കിൽ ഇതാരാണ്, ഇത് പോസ്റ്റിംഗറാണ് ഞാൻ ഡൗൺലോഡ് ചെയ്യുന്നത്. മുമ്പൊക്കെ ഇതാണ് രജിസ്ട്രാറിൻ്റെ ഇൻഫർമേഷൻ. ഇത് എവിടെ നിന്നാണ് ഈ രജിസ്ട്രേഷൻ കോൺടാക്ട് അവിടെ നിന്ന് കേരള, ഇത് കണ്ടില്ലേ www.thrifty.in. ഇത് ഫുൾ ഡീറ്റെയിൽസ്, അതായത് ഒരു വെബ്സൈറ്റുമായിട്ട് ബന്ധപ്പെട്ട ഒരു ഫുൾ ഡീറ്റെയിൽസ് ഉണ്ടാവും. ഈ വെബ്സൈറ്റുകൾ നിങ്ങൾക്ക് കാണുന്നത് നിങ്ങളുടെ ആ കമ്പനി ഏത്, ഒരു ഉദാഹരണത്തിന് നിങ്ങൾ ഡീൽ ചെയ്യുന്ന ബാങ്ക് ഇന്ത്യയാണോ ഇതാണോ, ഒരു ആ ഇൻഫർമേഷൻ പൂർണ്ണമാകുന്നില്ലെങ്കിൽ നിങ്ങൾ സ്വാഭാവികമായിട്ടും ആ ഫേക്ക് വെബ്സൈറ്റ് നിങ്ങൾ ഇതാക്കേണ്ടതാണ്.
അപ്പോൾ technology is just a tool, psychology is a weapon. First, your apps are surveillance the device you choose to install. നിങ്ങൾ ഓരോ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യുന്നതിന് മുമ്പ് ഉപയോഗിക്കണം നിങ്ങൾ ഈ ആപ്പിന് നിങ്ങളുടെ മൊബൈലിൻ്റെ മൂവ്മെൻറ്റ് അല്ലെങ്കിൽ മൊബൈലിലെ ആക്ടിവിറ്റിയൊക്കെ അത് കൺട്രോൾ ചെയ്യാൻ കഴിയും. ചില കമ്പനികൾ നമ്മളെ ഫോഴ്സ് ചെയ്യും ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യണം എന്ന് പറഞ്ഞിട്ട്, കൂടുതൽ ഡാറ്റ കിട്ടാൻ വേണ്ടിയിട്ട് തന്നെയാണ്. പബ്ലിക് വൈഫൈ ഇസ് എ CCTV ക്യാമറ ഫോർ ഹാക്കേഴ്സ്. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഒരു കാരണവശാലും പബ്ലിക് വൈഫൈ ഉപയോഗിക്കരുത്. ഫിഷിംഗ് ഈസ് എ എൻട്രി പോയിൻറ്റ് ഫോർ 91 ബ്രീച്ചസ്. 91% ഈ സൈബർ ക്രൈം നടക്കുന്നത് ഫിഷിംഗ് മുഖേനയാണ്. One sentence that teaches everything. Your phone is private only until it connects to the internet. ഇത് നിങ്ങൾ എപ്പോഴും നിങ്ങളുടെ സ്റ്റാഫിനോടും പറയുക, നിങ്ങളുടെ കുടുംബക്കാരോടും പറയുക. ഫോൺ എന്ന് പറയുന്നത് ഒരിക്കലും ഒരു പ്രൈവറ്റ് ഡിവൈസ് അല്ല. ഇതെൻ്റെ പ്രൈവറ്റ് ഫോണാണ്, ഇതിൽ ഞാൻ സേവ് ചെയ്യുന്നത് ഡാറ്റ 100% സെക്യൂർ ആണ്. ഇത് എന്നെല്ലാം നമ്മൾ വിശ്വസിക്കണോ, അതുകൂടെ നമ്മൾ ഈ ചതിവിൽ പെടാൻ ചാൻസ് ഉണ്ട്. സ്പോട്ട് ദ ഫേക്ക് വെബ്സൈറ്റ് ഞാൻ നേരത്തെ കാണിച്ചു തന്നതുപോലെ നിങ്ങൾ ഒന്നില്ലെങ്കിൽ SSL സർട്ടിഫിക്കറ്റോ അല്ലെങ്കിൽ ഹൂയിസോ പോയി നോക്കുക. ദാറ്റ് ഫോളോസ് യു ഡെമോ. നമ്മൾക്ക് തന്നെ അറിയാൻ പറ്റും. നമ്മൾ ഉദാഹരണത്തിന് ഗൂഗിൾ സെർച്ചിൽ ഫ്ലൈറ്റ് ടിക്കറ്റ് ദുബായ് എന്ന് അടിച്ചു കഴിഞ്ഞിട്ട് തിരിച്ചു വന്നിട്ട് മറ്റേ എൻ്റെ പ്ലാറ്റ്ഫോമായിട്ടുള്ള ഇൻസ്റ്റാഗ്രാമിലോ ഫേസ്ബുക്കിലോ വന്നു കഴിഞ്ഞാൽ ഇവർ രണ്ട് കമ്പനിയും തമ്മിലൊരു ബന്ധമില്ലെങ്കിലും അഡ്വർടൈസ്മെൻറ്റ് മൊത്തം ഇതുമായി ബന്ധപ്പെട്ടായിരിക്കും. നിങ്ങളും വേണമെങ്കിൽ ട്രൈ ചെയ്തോളൂ, നിങ്ങളുടെ ജീവിതത്തിൽ അറിയുന്ന കേസ് കേട്ടാണ്. സോ അതിൻ്റെ അർത്ഥം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നോട്ട് എ പേഴ്സൺ, ഇറ്റ്സ് എൻ അൽഗോരിതം ഓൾറെഡി സെറ്റ്. അൽഗോരിതം ബിഹേവ്സ് ലൈക്ക് എ ഹ്യൂമൺ ഓർ ബെറ്റർ ദാൻ ഹ്യൂമൻ ബീയിങ്. അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അപ്പം നമ്മളുടെ സെർച്ച് ഡീറ്റെയിൽസ് ഒരു കമ്പനിയുടെ അഡ്വർടൈസ്മെൻറ്റ് ടൂളായിട്ടാണ് യൂസ് ചെയ്യുന്നത്. മുമ്പുള്ള ആളുകൾ നമ്മളെ കൊള്ളയടിക്കാൻ ശ്രമിക്കുമായിരുന്നു, കൊള്ളക്കാർ കൊള്ളയടിക്കാൻ. ഇപ്പോഴുള്ള ആളുകൾക്ക് എന്താണെന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ ഇതുണ്ട്, യു ആർ എ പെർമനൻറ്റ് ഇൻവെസ്റ്റ്മെൻറ്റ് ഫോർ ദിസ് ബിഗ് ഡാറ്റാബേസ് ബ്രോക്കേഴ്സ് എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ആക്ടിവിറ്റി, നിങ്ങളുടെ ബിഹേവിയർ അതിന് ചൂഷണം ചെയ്തിട്ട് നിങ്ങൾ പോലും അറിയാതെ നിങ്ങൾ അവർക്ക് വേണ്ടി സ്പെൻഡ് ചെയ്യുന്നതാണ്. അല്ലെങ്കിൽ നിങ്ങളുടെ ഓരോ ക്ലിക്കും വേറൊരാളുടെ ചിലവാണ്. ആസ് സിമ്പിൾ ആസ് ദാറ്റ്. വേറൊരാൾ അഡ്വർടൈസ് ചെയ്യുന്നത് എന്താണ് നിങ്ങൾ മോണിറ്റർ ചെയ്യുന്ന ആ അഡ്വർടൈസ്മെൻറ്റാണ് കാണിച്ചുകൊണ്ടിരിക്കുന്നത്. അത് തന്നെയാണ് അവർ പറയുന്നത്. 87% അക്യുറസിയിലാണ് ഞങ്ങൾ അഡ്വർടൈസ്മെൻറ്റ് ചെയ്യുന്നത് എന്നാണ് പറയുന്നത്. ഫിഷിംഗ് ഇമെയിൽ സ്പോട്ടർ. നമ്മൾ ഫിഷിംഗ് ഇമെയിൽ പലതരത്തിലുള്ളത് വരും. അത് നമ്മൾ തിരിച്ചറിയുക. അങ്ങനെയുള്ള ഫിഷിംഗ് ഇമെയിലിൽ വന്ന കിണിയിൽ ചാടാതിരിക്കുക. ഓത്തറൈസ്ഡ് അല്ലാത്ത ഒരു ഇമെയിലിൽ വരുന്ന ലിങ്കുകൾ ക്ലിക്ക് ചെയ്യാണ്ടിരിക്കുക. ഓക്കെ, നമ്മൾ ഓൾമോസ്റ്റ് ഈ സെഷൻ അവസാനിച്ചു. ടെക്നോളജി ഡിഡ്ന്റ് റിമൂവ് പ്രൈവസി. ടെക്നോളജി ഒരിക്കലും നമ്മളുടെ പ്രൈവസി റിമൂവ് ചെയ്തിട്ടില്ല. നമ്മളുടെ കെയർലെസ്നെസ് ആണ്. നമ്മൾ പോലും അറിയാതെ നമ്മൾ കൊടുക്കുന്ന പെർമിഷൻ അല്ലെങ്കിൽ മാൽവെയർ വന്നിട്ട് നമ്മളുടെ പ്രൈവസി ചോർത്തി കൊണ്ടുപോകുന്നത്. യുവർ ബിസിനസ് ഈസ് ഓൺലി ആസ് സെക്യൂർ ആസ് യുവർ ലീസ്റ്റ് ഇൻഫോംഡ് എംപ്ലോയി. നിങ്ങളുടെ അവസാനത്തെ എംപ്ലോയിയും വരെ പ്രോപ്പർ ട്രെയിൻഡ് അല്ലെങ്കിൽ, ഇതേപോലുള്ള സ്കാം മാനേജ്മെൻറ്റിൽ പ്രോപ്പർ ട്രെയിൻഡ് അല്ലെങ്കിൽ നിങ്ങളുടെ ബിസിനസ് റിസ്ക് ആണ്. പുതിയ എംപ്ലോയീസിനെ നിങ്ങൾ എപ്പോഴെങ്കിലും ഹയർ ചെയ്യുന്നുണ്ടെങ്കിൽ അവർക്ക് ഇതേപോലെ നിങ്ങൾ SOP ഉണ്ടാക്കി നിങ്ങൾ അതിനൊരു ഭാഗമായിട്ട് ഇൻ്റർനെറ്റ് സെക്യൂരിറ്റി ഉണ്ടല്ലോ അത് പഠിപ്പിച്ചു കൊടുക്കുക എന്നുള്ളത് നിങ്ങളുടെ ഒരു റെസ്പോൺസിബിലിറ്റിയാണ്. Train your team, always train your team. Audit your devices. Trust but verify. എപ്പോഴും ചെറിയ കമ്പനികളാണ് മാൽവെയർ അറ്റാക്കിന് ഇതാവുന്നത് ഞാൻ പറയുള്ളൂ. കാരണം എന്താണെന്ന് പറഞ്ഞാൽ അവർക്കൊരു പ്രോപ്പർ IT ഡിപ്പാർട്ട്മെൻറ്റ് ഉണ്ടാവില്ല. അവ കൂടുതൽ എക്സ്പോസ്ഡ് ആണ്. അപ്പോൾ ചെറിയ കമ്പനികളാണ് കൂടുതൽ അവെയർഡ് ആവേണ്ടത്. താങ്ക് യു സോ മച്ച്. ഇതുവരെയും
എൻ്റെ വീഡിയോ കേട്ടതിന് എല്ലാവർക്കും നന്ദി. നിങ്ങളെപ്പോഴും അവെയർഡായിരിക്കുക. ഇതൊരിക്കലും ഞാൻ ഈ ഒരു ക്ലാസ് ഒരു എഡ്യൂക്കേഷണൽ പർപ്പസിനാണ്. ഇതെങ്ങനെ ചെയ്യുന്നു എന്ന് ചോദിച്ചുകൊണ്ട് ഒരാളും എന്നോട് മെസ്സേജ് അയക്കാൻ നിൽക്കരുത്. കാരണം എനിക്കറിഞ്ഞാലും ഞാനത് നിങ്ങൾക്ക് പറഞ്ഞു തരാൻ പോകുന്നില്ല. ഇതുപോലെ ഉള്ള ഹാക്കിങ് പഠിച്ചിട്ട് പെട്ടെന്ന് പണക്കാരനാവണമെന്ന് ആഗ്രഹിക്കുന്നവർ തീർച്ചയായും ഞാനൊരു ഓപ്ഷനല്ല. അതും ഉദ്ദേശിച്ചിട്ട് എൻ്റെ അടുത്ത് വരികയും ചെയ്യരുത്. ഞാനൊരു ബിസിനസ് ട്രെയിനറാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും അതുമായിട്ടുള്ള ബന്ധപ്പെട്ട ചോദ്യങ്ങളെ എടുക്കാവൂ. ഇനി അടുത്ത വീഡിയോകളിൽ കാണാം. താങ്ക് യു സോ മച്ച് ഫോർ ടോക്കിംഗ്. ബൈ ബൈ.